റോമൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം വിവരിക്കുന്ന ഈ സീരീസിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ ഭാഗം കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്, അത് പരിശോധിക്കുക. 30 BC ആണ് കാലഘട്ടം. ക്ലിയോപാട്ര മരണമടഞ്ഞിരിക്കുന്നു, ജൂലിയസ് സീസർ മരണമടഞ്ഞിരിക്കുന്നു, മാർക്ക് ആൻ്റണിയും മരണമടഞ്ഞിരിക്കുന്നു. ഇനി ഒരാൾ മാത്രമാണ് റോമിൽ അവശേഷിച്ചിരിക്കുന്നത്. ചക്രവർത്തിയാകാൻ അല്ലെങ്കിൽ രാജാവാകാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി, അത് മറ്റാരുമല്ല, ഇവരെയെല്ലാം വകവരുത്തിയ, ഇവരെയെല്ലാം ഇല്ലായ്മ ചെയ്ത ഒക്ടേവിയൻ തന്നെയാണ്. ഒക്ടേവിയന് ഈ കാലഘട്ടത്തിൽ അഗസ്റ്റസ് സീസർ എന്ന ഒരു പേര് ലഭ്യമാകുന്നില്ല. അയാൾ വെറും ഒക്ടേവിയൻ മാത്രമാണ്. പക്ഷേ വരാൻ പോകുന്ന ഒരു രാജാവ് കൂടിയാണ്. അതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് കൺസ്യൂൾ എന്ന പദവിയാണ്. ആദ്യം തന്നെ അയാൾ നേരിട്ട് ഒരു ചക്രവർത്തിയായിട്ട് മാറാനൊന്നും ശ്രമിക്കുന്നില്ല. അത് സാധ്യമായിട്ടുള്ള ഒരു കാര്യവുമല്ല. ശരിക്കും പറഞ്ഞാൽ ജൂലിയസ് സീസറിന് മരണം വരിക്കേണ്ടി വന്നത് തന്നെ അയാൾ ചക്രവർത്തിയാകാൻ ശ്രമിച്ചു എന്ന പേരിൽ സെനറ്റുകാർ ഒറ്റിക്കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ സെനറ്റുകാർ പിന്നിൽ നിന്ന് കുത്തിയത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നേരിട്ട് ചക്രവർത്തി ആവുക എന്നത് ഒരിക്കലും സാധ്യമായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ പടിപടിയായിട്ട് ആ ഒരു പദവിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. നമ്മുടെ പെട്രോളിൻ്റെ വില വർദ്ധിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഒരു ദിവസം ചിലപ്പോൾ 20 പൈസ അല്ലെങ്കിൽ 30 പൈസ എന്നൊക്കെ രീതിയിലായിരിക്കും വർദ്ധിക്കുന്നത്. അത് കുഴപ്പമില്ല, അങ്ങനെ വർദ്ധിച്ചോട്ടെ, 30 പൈസ എന്ന് പറയുന്നത് നിസ്സാരമല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഒരു 10 വർഷം കഴിഞ്ഞ് പിന്നിലേക്ക് നോക്കുമ്പോഴായിരിക്കും ഇപ്പോൾ 100 രൂപയുള്ള പെട്രോളിന് അന്ന് വെറും 50 രൂപ മാത്രമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഭരണം നടത്തുന്നവരുടെ നല്ല ഒരു കാഞ്ഞ ബുദ്ധി തന്നെയാണ്. ഇത്തരത്തിലുള്ളൊരു ബുദ്ധി ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല, വർഷങ്ങൾക്ക് മുൻപ് ഒക്ടേവിയനും പ്രാബല്യത്തിൽ വരുത്തിയിരുന്നു. അയാൾ ആദ്യമായിട്ട് കൺസ്യൂൾ പദവിയിലേക്ക് എത്തിച്ചേരുകയാണ്. കൺസ്യൂൾ പദവി എന്താണെന്ന് ഞാൻ കഴിഞ്ഞ സീരീസിൽ പറഞ്ഞതാണ്. അതായത് സെനറ്റാണ് ശരിക്കും പറഞ്ഞാൽ രാജ്യം ഭരിക്കുന്നത്. ആ സെനറ്റിനെ നിയന്ത്രിക്കാനായിട്ട് ലീഡേഴ്സ് 1-2 പേരുണ്ടായിരിക്കുന്നതാണ്. അവരുടെ പേരാണ് കൺസ്യൂൾ. ലീഡേഴ്സ് എക്കാലത്തും ലീഡേഴ്സ് തന്നെ ആയിരിക്കുന്നതല്ല. അവർക്ക് 1 വർഷത്തെ ഒരു കാലാവധി മാത്രമാണ് കൺസ്യൂളായിട്ട് കൊടുക്കുക. 1 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും തിരഞ്ഞെടുക്കുന്നതാണ്. ഒരുപക്ഷെ അവരെ തന്നെ വീണ്ടും തിരഞ്ഞെടുക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പക്ഷേ ആ 1 വർഷത്തിനിടയിൽ അവർ തെറ്റായിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെനറ്റ് പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ അവരെ വകവരുത്തുന്നതാണ്. അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഒരു നിയമം പോലും റോമിൽ നിലവിലുണ്ട്. ആദ്യമായിട്ട് കൺസ്യൂൾ ആവുകയാണ്. പക്ഷേ കൺസ്യൂളായിട്ട് ഒക്ടേവിയൻ മാത്രമല്ല അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത്. ഒക്ടേവിയനോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്, മാർക്വസ് അഗ്രിപ്പ. ഈ പേര് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പേര് തന്നെയാണ്. ഇനി അങ്ങോട്ടുള്ള റോമൻ ചരിത്രത്തിൽ അഗ്രിപ്പ എന്ന പേര് പലപ്പോഴായിട്ട് ആവർത്തിച്ചു വരുന്നതുമാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്. ആക്ടിയത്തിൽ നടന്ന യുദ്ധത്തെക്കുറിച്ച് ഞാൻ മുൻപ് ക്ലിയോപാട്രയുടെ സീരീസിൽ പറഞ്ഞിരുന്നു. ആ യുദ്ധത്തിലൂടെയാണ് മാർക്ക് ആൻ്റണിയെ വകവരുത്തിയത്, അല്ലെങ്കിൽ ഈജിപ്തിനെ കീഴ്പ്പെടുത്തിയത് ആ യുദ്ധത്തിലൂടെയാണ്. എന്നാൽ ആ യുദ്ധത്തിൻ്റെ വിജയത്തിന് പിന്നിൽ ഏറ്റവും പ്രാധാന്യം അർഹിച്ച ഒരു റോള് വഹിച്ചത് ഈ പറയുന്ന മാർക്വസ് അഗ്രിപ്പയാണ്. ഒക്ടേവിയനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള, ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ഒരു മിലിറ്ററി ഓഫീസർ തന്നെയാണ് ഈ പറയുന്ന അഗ്രിപ്പ. അതുകൊണ്ട് അഗ്രിപ്പ തന്നോടൊപ്പം തന്നെ ഒരു കൺസ്യൂൾ ആകുന്നതിൽ ഒക്ടേവിയന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ 2 പേരും കൺസ്യൂളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഈജിപ്തിൻ്റെ അവസ്ഥ എന്താണ്? ഈജിപ്തിൽ ഇപ്പോൾ ക്ലിയോപാട്ര ഇല്ല. ഈജിപ്റ്റ് എന്ന ഒരു എംപയർ തന്നെ ഇപ്പോൾ ഇല്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. ഈജിപ്റ്റ് ഇപ്പോൾ റോമിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഈജിപ്റ്റ് അല്ല, ഇനി അങ്ങോട്ട് റോമിൻ്റെ ഒരു സ്റ്റേറ്റ് മാത്രമാണ്. പക്ഷേ അവിടെ ഒക്ടേവിയൻ ഒരു നിയമം കൂടി കൊണ്ടുവരുന്നുണ്ട്. ആർക്കും അവിടെ പോയി എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്നതല്ല. പറഞ്ഞു വരുന്നത് സെനറ്റ് മെമ്പേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ മറ്റ് ഉയർന്ന ഉദ്യോഗസ്ഥരെ കുറിച്ചുമൊക്കെയാണ്. കാരണം മാർക്ക് ആൻ്റണിയിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. മാർക്ക് ആൻ്റണി അവിടെ പോവുകയും അവിടെ നിന്ന് പട നയിച്ച് ഈ ഒക്ടേവിയനെതിരെ തിരിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അത്തരത്തിലുള്ള യുദ്ധങ്ങളൊന്നും ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈജിപ്തിലേക്ക് ആർക്കെങ്കിലും പോകണമെങ്കിൽ ഒക്ടേവിയൻ്റെ അനുവാദം ഉണ്ടായിരിക്കേണ്ടതാണ്. അവർ പോകുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കും. അവിടെ പോയിട്ട് തിരികെ എപ്പോൾ മടങ്ങി വരുമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. അങ്ങനെ ഒരുപാട് നൂലാമാലകളാണ്. ഇതിനെല്ലാം പുറമെ അങ്ങനെ ഈജിപ്തിലേക്ക് പോകുന്ന ഒഫീഷ്യലുകൾ ശരിക്കും പറഞ്ഞാൽ ഒക്ടേവിയൻ്റെ കണ്ണിലെ കരടായിട്ട് മാറുന്നതാണ്. തുടർച്ചയായിട്ട് ഒക്ടേവിയൻ അവരെ നിരീക്ഷിക്കുന്നതുമാണ്. അവരുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിക്കുകയാണെങ്കിൽ കുറ്റം ആരോപിച്ച് അവരെ കൊല്ലാൻ പോലും ഒക്ടേവിയന് സാധിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ആരും തന്നെ ഈജിപ്തിലേക്ക് പോകാൻ കൂട്ടാക്കുന്നില്ല. ഈജിപ്തിൽ നിന്ന് ധാരാളമായിട്ട് പണം റോമിലേക്ക് എത്തിച്ചേരുന്നുണ്ട്.
റോമിനേക്കാൾ സാമ്പത്തികമായിട്ട് ഏറ്റവും കൂടുതൽ പുരോഗതി കൈവരിക്കുന്ന ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അത് ഈജിപ്റ്റാണ്. അതിൻ്റെ കാരണം അവിടുത്തെ നൈൽ നദി തന്നെയാണ്. നൈലിൻ്റെ തീരങ്ങളിൽ ധാരാളമായിട്ട് കൃഷി നടത്തുന്നുണ്ട്, പ്രധാനമായിട്ടും ഗോതമ്പ് കൃഷി നടത്തുന്നുണ്ട്. അങ്ങനെ വിളവെടുക്കുന്ന ഗോതമ്പൊക്കെ തന്നെയും റോമിലേക്ക് എത്തിച്ചേരാറുമുണ്ട്. അതുകൊണ്ട് റോമാക്കാരെ സംബന്ധിച്ചിടത്തോളം ഈജിപ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്വർണ്ണ ഖനി തന്നെയായിരുന്നു. പക്ഷേ നേരിട്ട് അവിടെ നിന്നും പണം സമ്പാദിക്കാൻ അല്ലെങ്കിൽ പണം എടുക്കാനുള്ള അധികാരം ഇപ്പോൾ ഒക്ടേവിയനാണുള്ളത്. പക്ഷേ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളുടെയും അധികാരമുള്ളത് സെനറ്റിനുമാണ്. അത് പെട്ടെന്ന് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമല്ല. ഘട്ടം ഘട്ടമായിട്ട് ഒക്ടേവിയൻ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരികയാണ് അയാളുടെ അധികാരങ്ങൾ. ആദ്യം അയാൾ കൺസ്യൂളായിട്ട് മാർക്വസ് അഗ്രപ്പയോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിനുശേഷം തുടർച്ചയായിട്ടുള്ള 7 വർഷങ്ങളിൽ ഒക്ടേവിയൻ തന്നെയായിരുന്നു അവിടുത്തെ കൺസ്യൂൾ. ഈ 7 വർഷങ്ങൾക്കിടയിൽ അയാൾ ഒരുപാട് മാറ്റങ്ങൾ കുറേശ്ശെയായിട്ട് വരുത്തുന്നുണ്ട്. ആദ്യമൊന്നും ആരും ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ 7 വർഷം കഴിഞ്ഞപ്പോഴേക്കും വളരെ ശക്തനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് ഒക്ടേവിയൻ മാറുകയാണ്. സമ്പത്ത് പൂർണ്ണമായിട്ടും ഒക്ടേവിയൻ്റെ കയ്യിലായിപ്പോയി. അതിനു മുൻപ്, അതായത് ഈ 7 വർഷങ്ങൾക്ക് മുൻപ് സെനറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ ₹1 അല്ലെങ്കിൽ ഒരു വെള്ളി നാണയം പോലും എടുക്കാൻ ഈ കൺസ്യൂളിന് സാധിക്കുന്നതല്ല. പക്ഷേ 7 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഖജനാവ് ഏതാണ്ട് പൂർണ്ണമായിട്ടും കൺസ്യൂളിൻ്റെ, അതായത് ഒക്ടേവിയൻ്റെ കയ്യിലായി മാറി. ഒക്ടേവിയന് എന്ത് ചെയ്യാം? ആ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ സെനറ്റ് അംഗങ്ങൾ ഇടപെടുന്നതാണ്. വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ അമ്മാവനായ ജൂലിയസ് സീസറിന് സംഭവിച്ച അതേ കാര്യങ്ങൾ തന്നെ തനിക്കും സംഭവിക്കേണ്ടതാണ്. പക്ഷേ ജൂലിയസ് സീസറിനേക്കാൾ കുറെ കൂടി ബുദ്ധിശാലിയായിരുന്നു ഒക്ടേവിയൻ. ഒരുപക്ഷെ റോമൻ സാമ്രാജ്യത്തിൽ തന്നെ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ഒരു രാജാവ് അത് ഈ ഒക്ടേവിയൻ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് റോമൻ ചരിത്രത്തിലെ ആദ്യത്തെ എംപയർ അല്ലെങ്കിൽ ചക്രവർത്തിയായിട്ട് മാറാൻ പോലും അയാൾക്ക് സാധ്യമായത്. അയാൾ ഇവിടെ ഒരു ബുദ്ധി പ്രയോഗിക്കുന്നുണ്ട്. റോമിനെ അയാൾ രണ്ടായിട്ട് മുറിച്ചു മാറ്റുകയാണ്. റോമൻ സാമ്രാജ്യം രണ്ടായിട്ട് മാറുന്നൊന്നുമില്ല, പക്ഷേ അവിടെ ഭരിക്കാനുള്ള അധികാരം 2 വിഭാഗങ്ങൾക്കായിട്ട് കൊടുക്കുകയാണ്. ഒന്ന് സെനറ്റ് അംഗങ്ങൾക്കാണ്. സെനറ്റിൽ ഏകദേശം 100ഓളം സെനറ്റ് അംഗങ്ങളുണ്ട്. നോബിൾ മാൻ ഉണ്ട്. ആ നോബിൾ മാനായിട്ട് വീതിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സെനറ്റിന് നേരിട്ട് അവിടെ ഭരിക്കാൻ സാധിക്കുന്നതാണ്. ഇത് സെനറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. കാരണം കൺസ്യൂൾ എന്ന ഒരു കടമ്പ അവർക്കില്ല. അവർക്ക് നേരിട്ട് തന്നെ ഭരിക്കാൻ സാധിക്കുന്നതാണ്. ബാക്കി പകുതിയോളം വരുന്ന ഭാഗം അത് കൺസ്യൂളിന് ഭരിക്കാൻ സാധിക്കുന്ന പ്രദേശമാണ്. അതായത് ഒക്ടേവിയന് ഭരിക്കാൻ സാധിക്കുന്നതാണ്. അവിടെ ഒക്ടേവിയന് എന്തു വേണമെങ്കിലും ചെയ്യാം. സെനറ്റിൻ്റെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല. അയാളൊരു ഏകാധിപതിയാണെന്ന് പറയാൻ പോലും സാധിക്കുകയില്ല. കാരണം സെനറ്റാണ് തീരുമാനിച്ചത് ആ ഭാഗങ്ങൾ ഒക്ടേവിയന് ഭരിക്കാൻ സാധിക്കുമെന്ന്. സെനറ്റിൻ്റെ കൂടി അനുവാദമില്ലാതെ ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല. പക്ഷേ സെനറ്റിന് ഒരു ഭൂഭാഗം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സെനറ്റിന് പ്രശ്നമൊന്നുമില്ല. അവരെതിർപ്പുമായിട്ട് മുന്നോട്ട് വരികയില്ല. കൺസ്യൂളിന് ഒക്ടേവിയന് അയാൾക്ക് ലഭ്യമായിട്ടുള്ള വലിയൊരു ഭൂഭാഗം, അതായത് ഈ കിഴക്ക് ഭാഗം റോമൻ സാമ്രാജ്യം വരുന്ന ആ പട്ടണം മുതൽ കിഴക്കോട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെയും ഈ ഒക്ടേവിയൻ്റെ കീഴിൽ വരുന്നതാണ്. ബാക്കിയുള്ള ഭാഗങ്ങളിലും അധികാരമുണ്ട്. പക്ഷേ നേരിട്ട് ഒരു നിയമ നടപടി അവിടെ കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് അവിടെ കൊണ്ടുവരണമെങ്കിൽ അവിടെ അത് സെനറ്റിന് സാധ്യമാകും. എന്നാലും മൊത്തത്തിലുള്ള രാജാവ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള കൺസ്യൂള് ഇപ്പോഴും ഒക്ടേവിയൻ തന്നെയാണ്. 27 BC ആയപ്പോഴേക്കും സെനറ്റ് അദ്ദേഹത്തിന് 2 അധികാര സ്ഥാനങ്ങൾ കൂടി വെച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് പ്രിൻസിപ്പസ് ആണ്. പ്രിൻസിപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഏതാണ്ട് പ്രസിഡന്റ് പദവിക്ക് തുല്യമായിട്ടുള്ള ഒരു പദവിയാണ്. റോമൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അത്തരത്തിലുള്ള ഒരു പദവി അതിനു മുമ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഒക്ടേവിയനാണ് ആദ്യത്തെ പ്രിൻസെപ്സ് ആകാനായിട്ട് സാധ്യമായത്. അതായത് റോമൻ സാമ്രാജ്യത്തിലെ പ്രഥമ പൗരനായിട്ട് അയാൾ മാറുകയാണ്. അതിനു പുറമെ രണ്ടാമതായിട്ട് ഒരു സ്ഥാനം കൂടി കൊടുത്തിട്ടുണ്ട്. അതാണ് അഗസ്റ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്നാണ്. ഏറ്റവും കൂടുതൽ, അതായത് എല്ലാവരും ബഹുമാനിക്കേണ്ട ഒരു വ്യക്തിത്വമായിട്ട് ഒക്ടേവിയൻ മാറുകയാണ്. അങ്ങനെയാണ് അയാൾക്ക് അഗസ്റ്റസ് എന്ന പേര് കിട്ടുന്നത്. ആ അഗസ്റ്റസിൻ്റെ ഒപ്പം തന്നെ അയാളുടെ അമ്മാവൻ്റെ പേര് കൂടെ കൂട്ടിച്ചേർത്ത് അഗസ്റ്റസ് സീസറായിട്ട് മാറുന്നുണ്ട്. ഈ BC 27 മുതലാണ് ഒക്ടേവിയൻ അഗസ്റ്റസ് സീസർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് ഓഗസ്റ്റ് എന്ന മാസം തന്നെ ഉണ്ടാകുന്നത്. ജൂലിയസ് സീസറിന് ശേഷം വന്ന സീസറാണ് അഗസ്റ്റസ് സീസർ. ജൂലൈ മാസത്തിന് ശേഷം വന്ന മാസമാണ് ഓഗസ്റ്റ്. ഈ 2 പദവികൾക്ക് പുറമെ ഒക്ടേവിയൻ തന്നെ സ്വയമായിട്ട് മറ്റൊരു പദവി കൂടി എടുക്കുകയുണ്ടായി. അതാണ് ഇംപെരേറ്റർ എന്ന പദവി.
ഇമ്പരേറ്റർ എന്ന പദവി ഈ കാലഘട്ടത്തിലെ അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ എംപറർ അല്ലെങ്കിൽ ചക്രവർത്തി എന്നാണ്. എംപറർ അല്ലെങ്കിൽ ചക്രവർത്തി എന്നുള്ള ഒരു പദമൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ എംപരേറ്റർ എന്ന ഒരു സ്ഥാനം സ്വയം ഉണ്ടാക്കിയെടുത്തതിലൂടെ അയാൾ ചക്രവർത്തിയായിട്ട് മാറുകയാണ്. ഇവിടെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുകയാണ്. റോമൻ റിപ്പബ്ലിക് അല്ലാതെയായി മാറുകയാണ്. റോമൻ എംപയർ ആയിട്ട് മാറുകയാണ്. ഒരു 7 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 10 വർഷം മുൻപ് റോമാക്കാരോട് അല്ലെങ്കിൽ സെനറ്റിലുള്ള അംഗങ്ങളോട് ഒരു റോമൻ എംപയർ ആക്കുന്നതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാം ദേഷ്യപ്പെടുന്നതാണ്. പക്ഷേ പതിയെ അയാൾ ആളുകളുടെ സംഭാഷണം തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ ചർച്ചാ വിഷയം തന്നെ അയാൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത്രയധികം ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്, ഒരു രാജാവ് തന്നെയാണ് ഒക്ടേവിയൻ. 7 വർഷങ്ങൾ കൊണ്ട് അയാൾക്കൊരു മാജിക് തന്നെ സൃഷ്ടിക്കാൻ സാധ്യമായി. റോമാക്കാർ വെറുത്തിരുന്നത് ഇങ്ങനൊരു എംപയർ സിസ്റ്റം തന്നെയാണ്. അതായത് ആർക്കും ഇങ്ങനെ ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള അധികാരം കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ രാജ്യത്തെ തന്നെ കുട്ടിച്ചോറാക്കും. ഈ ഒരു ചിന്താഗതിയിൽ നിന്നും എംപയർ എന്ന ഒരു സ്ഥാനത്തിന് ഒരു കുഴപ്പവുമില്ല എന്ന ചിന്താഗതിയിലേക്ക് മാറ്റിയെടുക്കുന്നത് ഒക്ടേവിയൻ എന്ന ഒരൊറ്റ വ്യക്തി മാത്രമാണ്. അതും ഒരു രീതിയിലുള്ള രക്തച്ചൊരിച്ചിലും ഉണ്ടാക്കാതെ, ഒരു രീതിയിലുള്ള സിവിൽ വാറും നടക്കാതെ. ക്ലിയോപാട്ര എന്ന സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് മനസ്സിലാകും. എല്ലായ്പ്പോഴും സിവിൽ വാറുകൾ റോമിൽ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എപ്പോഴും അവിടെ യുദ്ധമാണ്, ആഭ്യന്തര യുദ്ധമാണ്. വെളിയിൽ നിന്ന് വരുന്ന രാജ്യങ്ങളുമായിട്ട് നടക്കുന്ന യുദ്ധമല്ല, മറിച്ച് അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾ തമ്മിലുള്ള യുദ്ധമാണ്. പക്ഷേ ഈ ഒക്ടേവിയൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു യുദ്ധമൊന്നും സംഭവിക്കുന്നില്ല. ഒക്ടേവിയൻ സൃഷ്ടിച്ചെടുത്ത ഈ റോമൻ സാമ്രാജ്യം അല്ലെങ്കിൽ റോമൻ എംപയർ അത് ഏതാണ്ട് 500 വർഷത്തോളം അത് തുടർന്ന് പോകുന്നുണ്ട്, അതേ അധികാരത്തോടു കൂടി തന്നെ. ഒക്ടേവിയൻ്റെ കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യം ഒരു വലിയ സാമ്രാജ്യമായിട്ട് തന്നെ മാറുന്നുണ്ട്. അവരുടെ പട്ടാളക്കാരുടെ എണ്ണവും ഗണ്യമായിട്ട് വർദ്ധിക്കാൻ തുടങ്ങി. ധാരാളമായിട്ട് പട്ടാളക്കാരെ റിക്രൂട്ട് ചെയ്യുകയാണ്. പട്ടാളക്കാരെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും പണം അത്യാവശ്യമാണ്. ഇവർക്കൊക്കെ വേതനം കൊടുക്കണമല്ലോ. അതിനെല്ലാം പുറമെ ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കേണ്ടതായിട്ടുണ്ട്. യുദ്ധത്തിന് പോകുമ്പോൾ അവിടേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ഭക്ഷണം എത്തിക്കാൻ വേണ്ടി ചില ജീവനക്കാരും അത്യാവശ്യമായിട്ട് വേണ്ടി വരുന്നതാണ്. അങ്ങനെ വലിയ ഒരു പട്ടാളത്തെ തന്നെ രൂപീകരിക്കുന്നുണ്ട് ഒക്ടേവിയൻ. അങ്ങനെ പട്ടാളത്തെ രൂപീകരിച്ചാൽ മാത്രം മതിയാകുകയില്ലല്ലോ. ഇങ്ങനെ വലിയൊരു പട്ടാളത്തെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്തിനാണ്? അടുത്തുള്ള അയൽ രാജ്യങ്ങളെ വേട്ടയാടി സ്വന്തമാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ അവിടെ നിന്നും നമുക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ സാധിക്കും. അവിടെ സ്വർണ്ണക്കനി വല്ലതും ഉണ്ടെങ്കിൽ അത് സ്വന്തമാക്കാൻ സാധിക്കും. അങ്ങനെ പട്ടാളക്കാരെ തീറ്റിപ്പോറ്റുന്ന കാശിൻ്റെ ഇരട്ടി 100 ഇരട്ടിക്ക് മുകളിൽ പണം സമ്പാദിക്കാൻ സാധിക്കുന്നതാണ്. അതുതന്നെയാണ് ഒക്ടേവിയൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് അയാൾ അടുത്തുള്ള രാജ്യങ്ങളെ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. ഈജിപ്റ്റ് ഇപ്പോൾ തന്നെ റോമിൻ്റെ പക്കലാണ്. അപ്പോൾ ഈജിപ്തിനെ ഇനി ആക്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു യുദ്ധത്തിൽ തന്നെ, ആറ്റിൽ നടന്ന യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ സിറിയയും അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ തന്നെയും ഇവരുടെ സാമന്ത രാജ്യങ്ങളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരോടൊപ്പം കൂടാതെ നിന്ന തുർക്കി എന്ന ഒരു രാജ്യമുണ്ടായിരുന്നു. തുർക്കി എന്ന് ആ രാജ്യത്തെ അന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഇന്നത്തെ തുർക്കി നിൽക്കുന്ന ആ ഒരു പ്രദേശത്തെ 25 BC-യിലാണ് ഒക്ടേവിയൻ്റെ പട്ടാളക്കാർ കീഴടക്കുന്നത്. കിങ്ഡം ഓഫ് ഗലാറ്റിയ എന്നാണ് ആ ഒരു രാജ്യവംശത്തിൻ്റെ പേര്. അമീറ്റസ് എന്നാണ് അവിടെ ഭരിച്ചിരുന്ന രാജാവിൻ്റെ പേര്. അമീറ്റസിനെ കൊന്നിട്ടാണ് ആ ഭാഗം ഇവരുടെ ഭാഗമാക്കി മാറ്റി തീർക്കുന്നത്. അതുകൊണ്ടൊന്നും ഒക്ടേവിയൻ അടങ്ങുന്നില്ല. അയാൾക്ക് ഒരുപാട് പ്രദേശങ്ങൾ വേട്ടയാടി പിടിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ 200 വർഷമായിട്ട് ഹിസ്പാനിയ എന്ന് പറയുന്ന ഒരു വംശം അല്ലെങ്കിൽ ഒരു വലിയ പ്രദേശം, ആ പ്രദേശം റോമുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഈ 200 വർഷങ്ങൾക്കിടയിൽ റോമാ സാമ്രാജ്യത്തിന് ഒരുപാട് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് പട്ടാളക്കാരെ നഷ്ടമായിട്ടുണ്ട്. ഒരുപാട് പണവും ഈ രീതിയിൽ വേസ്റ്റായി പോയിട്ടുണ്ട്. പക്ഷേ ആ 200 വർഷങ്ങൾ നീണ്ട യുദ്ധത്തിന് ഒരു വിരാമമിടാൻ ഒക്ടേവിയന് സാധ്യമാകുന്നു. ഹിസ്പാനിയയെ കീഴടക്കുകയാണ് അയാൾ. ഹിസ്പാനിയ എന്ന് പറയുന്നത് ഇന്നത്തെ സ്പെയിനും പോർച്ചുഗലും അടങ്ങുന്ന ഒരു പ്രദേശമാണ്. അങ്ങനെ ആ പ്രദേശം കൂടി റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാവുകയാണ്. യൂറോപ്പിൻ്റെ പടിഞ്ഞാറേ അറ്റമാണ് ഈ ഹിസ്പാനിയ എന്ന് പറയുന്ന ആ ഡൈനാസ്റ്റി ഉണ്ടായിരുന്നത്. അങ്ങനെ പടിഞ്ഞാറേ അറ്റം പൂർണ്ണമായിട്ടും റോമിൻ്റെ അടിയിലായി. ഇനി പടിഞ്ഞാറേട്ടൊന്നുമില്ല. പടിഞ്ഞാറേക്ക് ഇനി ഉള്ളത് അറ്റ്ലാന്റിക് സമുദ്രം മാത്രമാണ്. അവിടെ പൂർണ്ണമായിട്ടും കീഴടക്കിയിട്ടുണ്ട്. ശരിക്കും ഹിസ്പാനിയെ കീഴടക്കിയത് ഒരു ലോട്ടറി എടുത്തതിന് തുല്യം തന്നെയായിരുന്നു. ലോട്ടറി ടിക്കറ്റ് അടിക്കുക തന്നെ ചെയ്തു. 19 BC-യിൽ ഈ പ്രദേശത്ത് നിന്നും വലിയ രീതിയിലുള്ള സ്വർണ്ണക്കനികൾ കണ്ടെടുക്കാൻ സാധ്യമായി. അവിടെ നിന്ന് സ്വർണം ഖനനം ചെയ്തു. അങ്ങനെ ഖനനം ചെയ്ത സ്വർണത്തിൻ്റെ എല്ലാം ഉടമയായിട്ട് ഒക്ടേവിയനും സെനറ്റ് അംഗങ്ങളും മാറുകയാണ്.
അങ്ങനെ പണം ധാരാളമായിട്ട് കുമിഞ്ഞുകൂടാൻ തുടങ്ങി. യുദ്ധത്തിലൂടെ അല്ലാതെ ഹിറോഡിയൻ രാജവംശത്തെ കൂടി ഇവരുടെ ഭാഗമാക്കി മാറ്റാനായിട്ട് സാധ്യമായി. ഹിറോഡിയൻ ഭാഗത്തോട് ചേർന്ന് കിടന്നിരുന്ന ഒരു പ്രദേശമാണ് ജുദേയ എന്ന് പറയുന്ന പ്രദേശം. അതായത് ഇന്നത്തെ ഇസ്രയേലും പലസ്തീനും ഒക്കെ നിലകൊള്ളുന്ന ആ പ്രദേശം തന്നെ. ആ പ്രദേശത്ത് ജുദിയ ഉണ്ട്. ആ ജുദിയ എന്ന പ്രദേശം ശരിക്കും പറഞ്ഞാൽ റോമിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ വരുന്ന, അല്ലെങ്കിൽ റോം ഇൻഡയറക്റ്റ്ലി ഭരിക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ അതിനോട് ചേർന്നുള്ള മറ്റൊരു രാജ്യവംശമാണ് ഹിറോഡിയൻ രാജവംശം. ആ ഹിറോഡിയൻ രാജവംശത്തെ ജുദേയയുടെ ഒരു ഭാഗമാക്കി മാറ്റുന്നുണ്ട്. അതിലൂടെ ആ പ്രദേശം മുഴുവനും റോമിൻ്റെ അണ്ടറിലായി മാറുന്നുമുണ്ട്. ഇനിയിപ്പോൾ തെക്കോട്ട് കാര്യമായിട്ട് ഒന്നും തന്നെയില്ല. അവിടെ മരുഭൂമിയാണ്. അവിടോട്ട് ഇനി പിടിച്ചടക്കാനായിട്ടൊന്നുമില്ല. തെക്ക് ഭാഗവും ഏതാണ്ട് പൂർണ്ണമായിട്ടും പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതിനൊക്കെ ഇടയിൽ ഒക്ടേവിയന് വലിയ രീതിയിലുള്ള രോഗബാധ ഉണ്ടാകുന്നുണ്ട്. അയാൾ മരണശയ്യയിൽ തന്നെയായി. എല്ലാവരും വിശ്വസിച്ചു അധിക നാൾ ഇനി ഒക്ടേവിയൻ ഇല്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എന്താണ്, തീർച്ചയായിട്ടും വിൽപത്രം എഴുതേണ്ടതാണ്. അയാളുടെ കാലശേഷം ഇനി ആരാണ് അടുത്ത എംപയർ. പക്ഷേ അയാൾ വിൽപത്രം എഴുതുന്നത് 2 പേരുടെ പേരിലാണ്. മിലിറ്ററി ഒരാൾക്കും പൊളിറ്റിക്സ് മറ്റൊരാൾക്കും. മിലിറ്ററി സ്വാഭാവികമായിട്ടും കൊടുക്കുന്നത് അഗ്രപ്പയ്ക്കാണ്, മാർക്വസ് അഗ്രപ്പ. കാരണം യുദ്ധത്തിലെ ഏറ്റവും വലിയ വീരനാണ് മാർക്വസ് അഗ്രപ്പ. മാർക്വസ് ക്ലൗഡിയസ് മാർസിലസിനാണ് പൊളിറ്റിക്സ് കൊടുക്കുന്നത്. ഇവർ 2 പേരും സ്വാഭാവികമായിട്ടും സന്തുഷ്ടരാകുന്നതാണ്. പക്ഷേ അവരുടെ സന്തോഷത്തിന് അധികം ആയുസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അതേ വർഷം തന്നെ 23 BC തന്നെ ഒരു സുപ്രഭാതത്തിൽ ഒരു രോഗവുമില്ലാതെ അയാൾ എഴുന്നേൽക്കുകയാണ്. എന്ത് അസുഖമാണ് അദ്ദേഹത്തിന് പിടിപെട്ടതെന്നോ അത് എങ്ങനെയാണ് മാറിയതെന്നോ ഒന്നും ഒരു പിടുത്തവുമില്ല. അതൊന്നും ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടില്ല. ഒരുപക്ഷെ ഇതൊക്കെ അയാളുടെ ഒരു അഭിനയമായി മാറാനും സാധ്യതയുണ്ടെന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഇത്തരത്തിൽ മരണശയ്യയിലാകുമ്പോൾ എങ്ങനെയാണ് സെനറ്റ് അംഗങ്ങൾ പെരുമാറുക, അയാളുടെ വിശ്വസ്തരായിട്ടുള്ള ആളുകൾ ഏത് രീതിയിൽ പെരുമാറുമെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടുള്ള ആരോഗ്യം വീണ്ടെടുത്ത് അയാൾ വീണ്ടും എംപയറിൻ്റെ ആ ഒരു കുപ്പായം എടുത്തണിയുമ്പോൾ അവിടെ സുഖകരമായിട്ടുള്ള ഒരു കാര്യമൊന്നും ആയിരുന്നില്ല സംഭവിച്ചുകൊണ്ടിരുന്നത്. ജനസംഖ്യ വലിയ രീതിയിൽ വളരുകയുണ്ടായി. പട്ടണത്തിൻ്റെ മാത്രം ജനസംഖ്യ 10 ലക്ഷത്തിന് മുകളിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. ഒരു പട്ടണത്തിൽ അല്ലെങ്കിൽ ഒരു സിറ്റിയിലെ ജനസംഖ്യ 10 ലക്ഷം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നമുക്കത് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒരു സംഖ്യ തന്നെയാണ്. പക്ഷേ ഇത്രയധികം വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു ചെറിയ പട്ടണം, ആ പട്ടണത്തിൽ 10 ലക്ഷം ആളുകൾ താമസിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അവിടുത്തെ ജനസംഖ്യ അത്രയും ഉയരുന്നുണ്ട്. അങ്ങനെ ജനസംഖ്യ ഉയരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങളും സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ പോലീസിംഗ് ഒന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് ഒരു ചെറിയ സൈന്യം മാത്രമാണ്. അത് പട്ടാളക്കാരാണ്, യുദ്ധത്തിന് വേണ്ടിയുള്ള പട്ടാളക്കാരാണ്. ഇങ്ങനെ നടക്കുന്ന മോഷണങ്ങളെയൊക്കെ അന്വേഷിക്കാനോ അല്ലെങ്കിൽ പിടിച്ചുപറികൾ തടയാനോ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ തടയാനോ ഒന്നും പോലീസ് ഫോഴ്സുകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ആളുകൾ തിങ്ങിപ്പാർക്കുന്നത് കൊണ്ട് തന്നെ അവിടെ അടിക്കടി അഗ്നിബാധ സംഭവിക്കുമായിരുന്നു. വലിയൊരു പ്രദേശം കത്തി നശിക്കാനും ഒക്കെ തുടങ്ങി. അതിനെ തുടർന്നാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് റോമൻ സാമ്രാജ്യത്തിൽ പോലീസ് ഫോഴ്സിനെയും ഫയർ ഫോഴ്സിനെയും ഒക്ടേവിയൻ കൊണ്ടുവരുന്നത്. അതിനെല്ലാം പുറമെ സ്വന്തമായിട്ട് ഒരു പേഴ്സണൽ ബോഡി ഗാർഡിനെ കൂടി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പിക്ടോറിയൻ ഗാർഡ് എന്നാണ് ആ ഒരു കൂട്ടത്തിൻ്റെ പേര്. അതിനൊരു നേതാവുണ്ട്, പിക്ടോറിയൻ ഗാർഡിൻ്റെ ലീഡറുണ്ട്. ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ചക്രവർത്തിയെ സംരക്ഷിക്കുക. എന്തെങ്കിലും ഒരു ആഭ്യന്തര ലഹളയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലോ അവിടെ ഒരു രക്ഷാ കവചം തീർക്കുക. കൂടാതെ ഈ റോമൻ പട്ടണത്തിലും അവർക്ക് അധികാര പരിധികളൊക്കെ ഉണ്ടായിരുന്നു. പട്ടാളത്തിൻ്റെ അധികാരം ശരിക്കും ഈ ചക്രവർത്തിക്ക് മാത്രമുള്ളതല്ല. ചക്രവർത്തിക്ക് മാത്രം ഒരു കാര്യം തീരുമാനിക്കാൻ സാധിക്കുന്നതല്ല, സെനറ്റിൻ്റെ കൂടി പെർമിഷൻ ഉണ്ടായിരിക്കേണ്ടതാണ്. പക്ഷേ ഈ പെറ്റൂറിയൻ ഗാർഡ് പൂർണ്ണമായിട്ടും ചക്രവർത്തിയുടെ ഒക്ടേവിയൻ്റെ അണ്ടറിൽ വരുന്നതാണ്. കാരണം ഒക്ടേവിയൻ്റെ സംരക്ഷണയ്ക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു ഗാർഡ്. അവരെ നിയന്ത്രിക്കേണ്ട ആവശ്യം സെനറ്റിനുണ്ടായിരിക്കുന്നതല്ല. തൻ്റെ അമ്മാവനായ ജൂലിയസ് സീസറിന് പണ്ട് ഈ സെനറ്റ് ഹാളിൽ വെച്ച് നേരിടേണ്ടി വന്ന ഒരു വലിയ വിപത്തിനെക്കുറിച്ച് ഒക്ടേവിയന് നല്ല ധാരണയുണ്ടായിരുന്നു. സെനറ്റ് അംഗങ്ങൾ തന്നെ കുത്തിക്കൊന്നതാണ് തൻ്റെ അമ്മാവനെ. ആ ഒരു എക്സ്പീരിയൻസിലാണ് അയാൾ ഇത്തരത്തിലുള്ള ഒരു ഗാർഡിനെ രൂപീകരിക്കുന്നത്. അയാൾക്ക് ശേഷവും ഈ ഗാർഡ് തുടർന്ന് പോകുന്നുണ്ട്. ഒക്ടേവിയൻ നല്ലൊരു രാജാവ് തന്നെയായിരുന്നു. അയാൾക്ക് രാജ്യം എങ്ങനെയാണ് ഭരിക്കേണ്ടതെന്നും അതെങ്ങനെയാണ് വെട്ടിപ്പിടിക്കേണ്ടതെന്നും വ്യക്തമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു. അത്രയും വലിയൊരു രാജ്യത്ത് ടാക്സ് പിരിക്കുക എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമുള്ള ഒരു ദൗത്യമൊന്നുമല്ല.
പക്ഷേ അയാൾ ഒരു വലിയ കൗൺസിലിനെ തന്നെ രൂപീകരിച്ച് അവരെ ഉപയോഗിച്ചുകൊണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ടാക്സുകൾ പിരിക്കാൻ തുടങ്ങി. ടാക്സുകളൊക്കെ കൃത്യമായിട്ട് ലഭ്യമായതോടുകൂടി തന്നെ അയാൾ കൂടുതൽ ധനികനായി മാറിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, പണം ഇപ്പോൾ നേരിട്ട് ഒക്ടേവിയൻ്റെ അണ്ടറിലാണ്. അയാൾക്ക് എന്തും ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ പണം ഉപയോഗിച്ച് അയാൾ ഒരുപാട് കെട്ടിടങ്ങൾ ആ കാലഘട്ടത്തിൽ തന്നെ നിർമ്മിക്കുന്നുണ്ട്. അതിൻ്റെ പല അവശേഷിപ്പുകളും ഇപ്പോഴും നമുക്ക് ഇറ്റലിയിലെ നഗരങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. വലിയൊരു രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പോസ്റ്റൽ സിസ്റ്റമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ അതൊരു വിഷയമല്ല. ഇൻ്റർനെറ്റിൻ്റെ യുഗമാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെ ആയിരുന്നില്ല. ആ കാലഘട്ടത്തിൽ എപ്പോഴും മെസ്സേജുകൾ അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അയൽ രാജ്യങ്ങളിലേക്ക് പുതിയ പുതിയ നിയമങ്ങൾ അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഉത്തരവുകൾ അയച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്, അവിടെ നിന്ന് ചില സന്ദേശങ്ങൾ കിട്ടേണ്ടതായിട്ടുണ്ട്. എവിടെയെങ്കിലും ആക്രമണം, സിവിൽ വാറുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു പ്രത്യേക പോസ്റ്റൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു റിലേ സിസ്റ്റം തന്നെ സ്ഥാപിക്കുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നത് കുതിരപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ കുതിരകളുടെ ഒരു റിലേ സിസ്റ്റം തന്നെയാണ് അയാൾ സ്ഥാപിക്കുന്നത്. അതായത് അയാളുടെ എല്ലാ അതിർത്തികളിലും ഇത്തരത്തിൽ കുതിരകളും ജീവനക്കാരുമുണ്ട്. ആ കുതിരകൾക്ക് നേരിട്ട് ഓടി കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരേണ്ട ആവശ്യമില്ല. അവർക്ക് ഓടി അടുത്തുള്ള മറ്റൊരു സ്റ്റേഷനിൽ എത്തിച്ചേരാം. ആ സ്റ്റേഷനിൽ വേറെയും കുതിരക്കാരും കുതിരകളുമുണ്ട്. ആ കുതിരകൾ ഈ സന്ദേശവുമായിട്ട് മറ്റൊരു സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നതാണ്. അങ്ങനെ പല സ്റ്റേഷനുകളിൽ ഈ വിവരം കൈമാറി ഒടുവിലാണ് ഇത് കൊട്ടാരത്തിൽ എത്തിച്ചേരുന്നത്. വളരെ അകലെയുള്ള സന്ദേശം ഇപ്രകാരം എത്തിച്ചേരും. അടുത്തുള്ള സന്ദേശം എത്തിച്ചേരാൻ അടുത്തുള്ള സ്റ്റേഷന് നേരിട്ട് വന്ന് വിവരങ്ങൾ കൈമാറാൻ സാധിക്കുന്നതാണ്. ഒക്ടേവിയൻ ആദ്യമായിട്ട് വിവാഹം ചെയ്യുന്നത് 57 BC-യിലാണ്. ക്ലൗഡിയയാണ് വിവാഹം ചെയ്യുന്നത്. അതൊരു പൊളിറ്റിക്കൽ മാരേജാണ്. ഈ ക്ലിയോപാട്രയുടെ സീരീസിലൊക്കെ പൊളിറ്റിക്കൽ മാരേജിനെ കുറിച്ച് ഞാൻ പരാമർശിച്ചിരുന്നു. അതായത് ആ രാജ്യഭരണം സുസ്ഥിരമായിട്ട് പോകാൻ വേണ്ടി നടത്തുന്ന ചില വിവാഹങ്ങളാണ്. അങ്ങനെ വിവാഹം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികാരം നഷ്ടമാവുകയില്ല, കൂടുതൽ സഹായികളെ നമുക്ക് ലഭ്യമാകുന്നതാണ്. മാർക്ക് ആൻ്റണി ഇത്തരത്തിൽ ഒക്ടേവിയൻ്റെ സഹോദരിയെ വിവാഹം ചെയ്ത കാര്യം ഞാൻ ആ സീരീസിൽ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ഒരു വിവാഹമാണ് ക്ലൗഡിയയുമായിട്ട് നടന്നത്. അവർ തമ്മിൽ അത്ര പ്രണയബന്ധമൊന്നും ഉണ്ടായതായിട്ട് ചരിത്ര രേഖകളിലൊന്നും പരാമർശിക്കുന്നില്ല. പ്യുവർലി പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മാരേജാണ്. 17 വർഷം ആ വിവാഹബന്ധം തുടർന്ന് പോവുകയുണ്ടായി. ഒരു സുപ്രഭാതത്തിൽ അവരെ ഡൈവേഴ്സ് ചെയ്യുകയാണ് ഉണ്ടായത്. റോമിലെ നിയമങ്ങൾ അനുസരിച്ച് ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടാകാൻ പാടില്ല. ഒന്നിലധികം വിവാഹം ചെയ്യാം, പക്ഷേ മുൻപുണ്ടായിരുന്ന ഭാര്യയെ ഡൈവേഴ്സ് ചെയ്തിട്ട് വേണം പുതിയ ആളെ വിവാഹം ചെയ്യാൻ. ക്ലൗഡിയെ ഡൈവേഴ്സ് ചെയ്യാൻ വ്യക്തമായിട്ടുള്ളൊരു കാരണമുണ്ടായിരുന്നു. അയാൾക്ക് ഉണ്ടായ ഒരു പ്രണയം. അതിസുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. സ്ക്രിബോണിയ എന്നാണ് അവരുടെ പേര്. 40 BC-യിൽ അവരെ വിവാഹം ചെയ്യുകയാണ്. അവരെ കണ്ട് ഇഷ്ടപ്പെട്ടതോടുകൂടി ആദ്യത്തെ ഭാര്യ ക്ലൗഡിയെ ഡൈവോഴ്സ് ചെയ്യുന്നു, സ്ക്രിബോണിയെ വിവാഹം ചെയ്യുകയാണ്. 2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു കുഞ്ഞുണ്ടായി. ഒരു പെൺകുഞ്ഞാണ് ഉണ്ടായത്. ജൂലിയ എന്നാണ് ആ പെൺകുഞ്ഞിൻ്റെ പേര്. ആ കുഞ്ഞ് ജനിച്ച അതേ ദിവസം തന്നെ ഈ പെൺകുട്ടിയെ, അതായത് സ്ക്രിബോണിയെ, അയാൾ ഡൈവോഴ്സ് ചെയ്യുകയാണ്. അതിൻ്റെ കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് അഡൾട്ടറിയാണ്. അതായത് ഇവർക്ക് മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ മറ്റൊരു പ്രണയമാണെന്ന് കാണാം. കാരണം ഈ ഡൈവേഴ്സ് നടന്ന് ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ, വളരെ നിസ്സാരമായ ദിവസങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ അയാൾ മറ്റൊരു വിവാഹം കൂടി ചെയ്യുന്നുണ്ട്. ലിവിയെയാണ് വിവാഹം ചെയ്യുന്നത്. പക്ഷേ ലിവിയയ്ക്ക് മറ്റൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. ആ ഭർത്താവിലൂടെ അവർക്ക് 2 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ആ ഭർത്താവ് സെനറ്റിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരുപാട് അധികാരങ്ങൾ ഉണ്ടായിരുന്ന ഒരു നോബിൾമെൻ തന്നെയായിരുന്നു. അയാളുടെ പേര് ടിബിരിയസ് ന്യൂറോ എന്നാണ്. വളരെ പ്രശസ്തമായിട്ടുള്ള 2 പേരുകളാണിത്, ടിബിരിയസും ന്യൂറോയും. ഇനി വരാൻ പോകുന്ന ചരിത്രത്തിൽ ടിബിരിയസ് എന്ന പേരും ന്യൂറോ എന്ന പേരും വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന പേര് തന്നെയാണ്. പക്ഷേ ടിബിരിയസ് ന്യൂറോ എന്ന വ്യക്തി പിന്നീട് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നില്ല. അയാൾക്ക് അധികാരങ്ങളൊക്കെ അതോടുകൂടി നഷ്ടമാവുകയാണ്. പിന്നീട് അയാൾ ഗ്രാമങ്ങളിൽ പോയി താമസിച്ചു എന്നൊക്കെയാണ് ചരിത്രരേഖകൾ ചെറിയ രീതിയിൽ പരാമർശിച്ചിരിക്കുന്നത്. പിന്നീട് കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. പിന്നീട് അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഒക്ടേവിയൻ വേറെ വിവാഹമൊന്നും ചെയ്യുന്നില്ല. 50 വർഷക്കാലം ഇവർ 2 പേരും സുഖമായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയത്തില്ല, ഈ 50 വർഷത്തിൽ ഒരിക്കൽ പോലും ഒരു കുഞ്ഞ് അവർക്കുണ്ടാകുന്നില്ല.
അപ്പോൾ ഒക്ടേവിയന് ഒരൊറ്റ ഒരു കുഞ്ഞ് മാത്രമേ ഉള്ളൂ, ഒറ്റൊരു ബയോളജിക്കൽ ഡോട്ടർ മാത്രമേ ഉള്ളൂ, അത് ജൂലിയ മാത്രമാണ്. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ഉയർന്നു വരും, ഒക്ടേവിയന് ശേഷം ഇനി ആര്? ഈ ഒരു ചിന്ത ഒക്ടേവിയനിലും ഉണ്ടാകുന്നുണ്ട്. ഏതാണ്ട് 20 BC മുതൽ തന്നെ, ആ കാലഘട്ടം മുതൽ തന്നെ അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ശേഷം ആരാണ് ഇനി വരിക? തൻ്റെ രക്തബന്ധം നോക്കിയാണെങ്കിൽ ജൂലിയ മാത്രമേ ഉള്ളൂ. അപ്പോൾ ജൂലിയ ഒരാളെ വിവാഹം ചെയ്താലോ? ജൂലിയയ്ക്ക് മക്കളുണ്ടാകുമ്പോഴോ? ആ മക്കൾ തൻ്റെ പേരക്കുട്ടികളാകും, തൻ്റെ രക്തത്തിലുള്ള തൻ്റെ സ്വന്തം കുഞ്ഞുങ്ങൾ. ആ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് അധികാരം ലഭ്യമാകും. അപ്പോൾ ജൂലിയയെ ആരെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കണം? അത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. ജൂലിയ വിവാഹം ചെയ്യുന്ന വ്യക്തി, അത് ഈ ഒക്ടേവിയനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒക്ടേവിയന് മരണം സംഭവിക്കുന്നതാണ്. ഒക്ടേവിയനെ കൊന്നിട്ട് ആ കൊച്ചുമക്കളെ അടുത്ത രാജാക്കന്മാരാക്കി മാറ്റാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അയാൾ ഒരു ബുദ്ധി കാണിക്കുന്നുണ്ട്. നമുക്ക് ഈ കാലഘട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ അതിനെ ബുദ്ധിയെന്നല്ല, അതിനൊരു ക്രൂരതയായിട്ടാണ് നമുക്ക് തോന്നുക. അയാൾ തൻ്റെ സുഹൃത്തായ അഗ്രപ്പ, മാർക്കസ് അഗ്രപ്പയുമായിട്ട് ജൂലിയെ വിവാഹം ചെയ്യിപ്പിക്കുകയാണ്. അഗ്രപ്പയും ഈ ഒക്ടേവിയനും ഒരേ വർഷം ജനിച്ചവരാണ്, സുഹൃത്തുക്കളാണ്. അതായത് ഒക്ടേവിയൻ്റെ അതേ പ്രായമുള്ള അയാളുടെ സുഹൃത്താണ്. ആ സുഹൃത്തിനെ കൊണ്ട് തൻ്റെ മകളെ, ഒരേ ഒരു മകളെ, ജൂലിയെ വിവാഹം ചെയ്യിപ്പിക്കുകയാണ്. ക്രൂരമായിട്ടുള്ള ഒരു കൃത്യം തന്നെ. അച്ഛൻ്റെ പ്രായമുള്ള ഒരു വ്യക്തിയുമായിട്ട് വിവാഹം ചെയ്യിപ്പിക്കുന്നു അധികാരത്തിനു വേണ്ടി. അങ്ങനെ ആ വിവാഹത്തിലൂടെ അവർക്ക് 5 കുട്ടികൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അഗ്രപ്പയ്ക്ക് നല്ല പ്രായമുണ്ടായിരുന്നു. അയാൾ അധിക നാളൊന്നും ജീവിച്ചിരുന്നില്ല. അയാൾ മരണമടയുകയാണ്. പക്ഷേ അഗ്രപ്പയിലൂടെ, ജൂലിയയിലൂടെ ഒക്ടേവിയന് തുടർച്ചയുണ്ടാവുകയാണ്. 5 മക്കളുണ്ട്. ഇനി ഈ കാര്യങ്ങൾ കോംപ്ലക്സ് ആവുകയില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അവിടെ തെറ്റിപ്പോകുന്നത്. കാര്യങ്ങൾ ഇനിയും കുഴഞ്ഞു മറിയാൻ പോവുകയാണ്. 5 മക്കളുണ്ട്. അതിലെ 2 ആൺമക്കൾ. ഒരാൾ ലൂഷ്യസ് ആണ്. ലൂഷ്യസ് 2 AD മരണമടയുകയാണ്. അതായത് ക്രിസ്തുവിന് ശേഷമുള്ള 2 എന്ന വർഷം. ആ വർഷത്ത് മരണമടയുന്നു. അതിൻ്റെ തൊട്ടുപുറകെ, അതായത് 4 AD ലൂഷ്യസ് എന്ന് പറയുന്ന 2ാമത്തെ പേരക്കുട്ടിയും മരണമടയുകയാണ്. എന്താണ് മരണകാരണമെന്ന് വ്യക്തമല്ല. പക്ഷേ വലിയ രീതിയിൽ പ്രചരിക്കപ്പെടുന്ന ഒരു വാർത്തയുണ്ട്. ആ വാർത്ത ലിവിയയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഒക്ടേവിയൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാര്യയുമായി ബന്ധപ്പെട്ടതാണ്. ആ ഭാര്യ വിഷം കൊടുത്താണ് ഈ 2 കുഞ്ഞുങ്ങളെയും കൊന്നതെന്നാണ്. അങ്ങനെ കൊല്ലേണ്ട ആവശ്യമുള്ള ഒരേ ഒരു വ്യക്തി ലിവിയ മാത്രമാണ്. കാരണം ഇവർ മരിക്കുന്നത് കൊണ്ട് പ്രയോജനം ലിവിയയ്ക്ക് മാത്രമാണ്. ലിവിയയുടെ മക്കൾ, അതായത് ലിവിയയ്ക്ക് ടൈബീരിയസ് ന്യൂറോയിൽ 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഇവർ മരണമടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ആ രാജ്യഭരണം എത്തിച്ചേരുക ലിവിയയുടെ മക്കൾക്ക് തന്നെയാണ്. അങ്ങനെ ലിവിയയുടെ ക്രൂരതയ്ക്ക് മുൻപിൽ ആ 2 കുഞ്ഞുങ്ങളും മരണമടയുകയാണ്. പിന്നെ അവശേഷിക്കുന്നത് ഒരു ആൺകുഞ്ഞ് മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ പെൺകുട്ടികളാണ്. ആ ആൺകുഞ്ഞിന് എന്താണ് സംഭവിച്ചത്? അവരെയും കൊന്നു എന്ന് ചിന്തിക്കേണ്ട. അവിടെ മരണമല്ല സംഭവിക്കുന്നത്. പക്ഷേ അതിനൊക്കെ അപ്പുറമായിട്ട് അവിടെ ഒരു പ്രശ്നമുണ്ടാവുകയാണ്. 6 AD, അതായത് അവസാനത്തെ കുഞ്ഞ് മരിച്ചതിന് ശേഷം 2 വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 6 AD അവശേഷിക്കുന്ന അഗ്രപ്പ പോസ്റ്റുമസ് എന്ന് പറയുന്ന ആ കുട്ടിയല്ല, കുറച്ചുകൂടെ പ്രായമായിട്ടുണ്ട്. അപ്പോൾ ആ ചെറുപ്പക്കാരനെ രാജ്യത്ത് നിന്ന് പുറത്താക്കുകയാണ്. പുറത്താക്കുന്നത് മറ്റാരുമല്ല, മുത്തശ്ശനായിട്ടുള്ള ഒക്ടേവിയൻ തന്നെയാണ്. ഒക്ടേവിയൻ അയാളെ പുറത്താക്കുന്നു. അതിൻ്റെ കാരണം ശരിക്കും വ്യക്തമല്ല. എന്നാലും ചരിത്രരേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പറയുന്നത് അഗ്രിപ്പ പോസ്റ്റുമസ് ക്രൂരനായിട്ടുള്ളൊരു വ്യക്തിയാണെന്നാണ്. ആരോടും ഒരു രീതിയിലുള്ള റെസ്പെക്റ്റും ഇല്ല, കാര്യമായിട്ടുള്ള കഴിവുമില്ല. അയാൾക്ക് ഭരിക്കാനോ ആളുകളെ സ്നേഹിക്കാനോ ഒന്നും തന്നെ അറിയുകയില്ല. ഒരു കഴിവുമില്ലാത്ത, കാര്യമായിട്ട് ഒന്നിനും കൊള്ളാത്ത, പക്ഷേ നീചമായിട്ടുള്ള പ്രവൃത്തികൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന, രാജാവ് പറഞ്ഞാൽ പോലും, അതായത് മുത്തശ്ശൻ പറഞ്ഞാൽ പോലും അനുസരിക്കാത്ത, അനുസരണക്കേടുകൾ കാണിക്കുന്ന, ഒരുപാട് ആളുകളെ ദ്രോഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ചരിത്രത്തിൽ പരാമർശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അയാളെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കുന്നത്. എന്തെങ്കിലും ഗുരുത്തക്കേടുകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കാം. എന്തായാലും രാജ്യത്ത് നിന്ന് അയാളെ പുറന്തള്ളുകയാണ്. അതുകൊണ്ട് ഏതാണ്ട് ഉറപ്പായി ലിവിയയുടെ അവശേഷിക്കുന്ന ഒരു മകന് ഈ അധികാരം ലഭ്യമാകുമെന്ന്. 10 BC റോമൻ സാമ്രാജ്യം അതിൻ്റെ ഏറ്റവും വലിയ ഒരു വലുപ്പത്തിലേക്ക് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരഭാഗത്ത് ചില പ്രശ്നങ്ങളൊക്കെ അപ്പോഴും ഉണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. ഉത്തരഭാഗത്താണ് ജർമ്മേനിയ അല്ലെങ്കിൽ ഗർമേനിയ എന്ന പ്രദേശമുള്ളത്. തീർച്ചയായിട്ടും അത് ഇന്നത്തെ ജർമ്മനിയുടെ ആ ഒരു ഭൂഭാഗം തന്നെയാണ്. ആദ്യ ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്ന ഗോൾസ്,
ആ ഗോൾസാണ് ഈ ജർമ്മനി എന്ന് പറയുന്ന പ്രദേശം ഭരിക്കുന്നത്. അതിനെ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്താൻ റോമൻ സാമ്രാജ്യത്തിന് ഇപ്പോഴും സാധ്യമായിട്ടില്ല. പക്ഷേ ജൂലിയസ് സീസറിൻ്റെ ഒരു കാലഘട്ടത്തിൽ 10 വർഷത്തോളം നീണ്ടു നിന്ന ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിൽ അവരെ ഏതാണ്ട് പൂർണ്ണമായിട്ടും കീഴടക്കിയതാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ അവർ ആ പ്രദേശം വീണ്ടെടുക്കുകയുണ്ടായി. പിന്നീട് വീണ്ടും ഒക്ടേവിയൻ്റെ കാലഘട്ടത്തിലും ഈ ജർമ്മനിയിലുള്ള ആളുകളെ കീഴടക്കുകയുണ്ടായി. പക്ഷേ അതും അവർക്ക് അധികം നാൾ തുടർന്നു കൊണ്ടുപോകാൻ സാധ്യമായില്ല. ഗോൾസ് കുറച്ചുകൂടെ ശക്തരാണ്. കൂടാതെ ആ പ്രദേശം അത് കുറച്ച് വിചിത്രമായിട്ടുള്ളൊരു പ്രദേശമാണ്. ഒരുപാട് വനങ്ങളൊക്കെയുള്ള പ്രദേശമാണ്. അവിടെ പോയി യുദ്ധം ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഈ റോമൻസിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. അങ്ങനെ ഇവർക്ക് പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് ഇത്. കൃത്യം റോമിൻ്റെ ഉത്തരഭാഗമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഉത്തരഭാഗത്തിൻ്റെ അല്പം കിഴക്കോട്ട് മാറിയുള്ള ഒരു പ്രദേശമാണ്. പക്ഷേ ഇതിൻ്റെ അതിരിലൂടെ റൈൻ എന്ന ഒരു നദി ഒഴുകി പോകുന്നുണ്ട്. അത് റോമൻ സാമ്രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹമാണ്. പെട്ടെന്ന് ഈ ഗോൾസിന് എത്തിച്ചേരാൻ സാധിക്കുന്നതല്ല. പക്ഷേ അവരെ പ്രതിരോധിക്കാനും പ്രയാസമാണ്. അങ്ങനെ അല്പം പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത് ആ ഒരു പ്രദേശമാണ്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ തന്നെയും ഏതാണ്ട് സെക്യൂർഡ് തന്നെയാണ്. അവിടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. അങ്ങനെ കാര്യങ്ങളെല്ലാം ശുഭമായിട്ട് തുടർന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഒക്ടേവിയൻ്റെ കാലഘട്ടം. അയാൾ 80 വയസ്സുവരെയാണ് ജീവിച്ചിരുന്നത്. അയാളുടെ 80കളിലാണ് മരണം സംഭവിക്കുന്നത്, BC 14. അങ്ങനെ മരണം സംഭവിക്കുന്ന ആ ഒരു കാലഘട്ടം വരെ റോമിൽ ഏതാണ്ട് ശാന്തത തന്നെയാണ്. കാര്യമായിട്ട് സിവിൽ വാറുകളൊന്നും തന്നെ ആ കാലഘട്ടത്തിൽ നടക്കുന്നില്ല. ഒരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു ഒക്ടേവിയൻ്റെ കാലഘട്ടം. ഒക്ടേവിയൻ മരണശയ്യയിലാകുന്ന ആ സാഹചര്യത്തിൽ തൻ്റെ പിൻഗാമിയായിട്ട് വരുന്ന ലിവിയയുടെ ഒരു മകൻ, 2 മക്കളുണ്ടായിരുന്നു, അതിൽ ഒരാൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്ന മകൻ. ആ മകനെ അടുത്തേക്ക് വിളിച്ചു വരുത്തുകയാണ്. മരണശയ്യയിൽ കിടന്നുകൊണ്ട് ആ വ്യക്തിയോട് പറയുകയാണ്, രാജ്യം ഇനി വികസിപ്പിക്കാൻ നീ നോക്കുകയേ ചെയ്യരുത്. രാജ്യം വളരെയധികം വലിപ്പത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, നമുക്കിപ്പോൾ ജോഗ്രഫിക്കലി നല്ല ഒരു അതിർത്തി തന്നെ ഉണ്ട്. പടിഞ്ഞാറ് ഭാഗത്ത് അറ്റ്ലാന്റിക് സമുദ്രമുണ്ട്, നോർത്ത് ഭാഗത്തും അറ്റ്ലാന്റിക് സമുദ്രമുണ്ട്, നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് നദിയുണ്ട്, ഈസ്റ്റിലും നദികളുണ്ട്. തെക്ക് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ സഹാറ മരുഭൂമിയാണ്. ഇത് ഏറ്റവും കൃത്യമായിട്ടുള്ള, ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു പൊസിഷനാണ്. ആർക്കും പെട്ടെന്ന് നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ സാധിക്കുന്നതല്ല. പക്ഷേ നമ്മൾ അതിന് വെളിയിലേക്ക്, ഈ ഒരു ജോഗ്രഫിക്കൽ ബോർഡറിന് വെളിയിലേക്ക് ഇനിയും പട നയിച്ച് പോവുകയാണെങ്കിൽ അത് വലിയ വിപത്തിന് കാരണമായി മാറുന്നതാണ്. അതുകൊണ്ട് ഈ പ്രദേശം ഇപ്രകാരം തന്നെ നിലനിർത്തി നിനക്ക് രാജ്യഭരണം തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞതിന് ശേഷമാണ് ഒക്ടേവിയൻ എന്ന് പറയുന്ന റോമൻ സാമ്രാജ്യം കണ്ട ആദ്യത്തെ എംപയർ, ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള എംപയർ മരണമടയുന്നത്. ഇനി ഭരണം വരാൻ പോകുന്നത് ടൈബീരിയസിനാണ്. കുറച്ചു മുമ്പേ ഞാൻ പറഞ്ഞു ലിവിയയുടെ ഭർത്താവിനെക്കുറിച്ച്, ലിവിയ ഡൈവേഴ്സ് ചെയ്ത ഭർത്താവിനെക്കുറിച്ച്, ടൈബീരിയസ് ന്യൂറോയെക്കുറിച്ച്. ആ 2 പേരുകളും പ്രാധാന്യമർഹിക്കുന്ന പേരാണെന്ന് പറഞ്ഞു. അതിലെ ടൈബീരിയസ് ആണ് ആദ്യം ഈ കഥയിലേക്ക് വരുന്നത്. ടൈബീരിയസ് ന്യൂറോയുടെ മകൻ തന്നെയാണ്. അയാൾക്ക് ലിവിയയിലുണ്ടായിട്ടുള്ള മകനാണ്. പക്ഷേ ടൈബീരിയസ് കാര്യമായിട്ട് ടാലൻ്റുള്ള ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. അയാൾക്ക് വലിയ ബുദ്ധിയോ ഒന്നുമില്ല. അയാളുടെ കഴിവ് കൊണ്ടൊന്നുമല്ല, അയാളുടെ അമ്മയുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ കാരണമാണ് അയാൾക്ക് ഈ ഭരണത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യമായത്. അയാൾ അവസാന ഘട്ടം വരെ നിലനിന്നു എന്നതാണ് വാസ്തവം. പക്ഷേ ഈ ഭരണത്തിൽ എത്തിച്ചേരുമ്പോൾ അയാൾക്ക് 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരുന്നു. കാരണം ഒക്ടേവിയൻ മരിക്കുന്ന അയാളുടെ 80കളിലാണ്. ഒക്ടേവിയനെ കൊന്നതാണെന്നുള്ള ഒരു അഭിപ്രായവും ചില ആളുകൾ പറയുന്നുണ്ട്. ലിവിയ തൻ്റെ മകനെ പെട്ടെന്ന് ഭരണം കിട്ടാൻ വേണ്ടി നിരന്തരം പോയിസൺ കൊടുത്ത് കൊന്നതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് അത്ര വിശ്വാസയോഗ്യമല്ല. കാരണം അങ്ങനെ കൊല്ലാൻ സാധിക്കുമായിരുന്നെങ്കിൽ എപ്പോഴേ കൊല്ലാൻ സാധിക്കുമായിരുന്നു. 80കളുടെ മധ്യത്തിലാണ് ഒക്ടേവിയൻ മരണമടയുന്നത്. ആ കാലഘട്ടത്തിൽ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു വ്യക്തി തന്നെ 80 വയസ്സുവരെയൊക്കെ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് വളരെ റെയറാണ്. അതിൻ്റെ ബഹുഭൂരിപക്ഷം കാലഘട്ടവും അയാൾ രാജാവായിരുന്നു എന്ന് പറയുന്നത് അതിനേക്കാൾ റെയറായിട്ടുള്ളൊരു സംഭവമാണ്. അതുകൊണ്ട് ലിവിയ കൊന്നു എന്ന് പറയുന്നത് നമുക്കത്ര വിശ്വാസയോഗ്യമായിട്ട് തോന്നുന്നതല്ല. കാരണം തൻ്റെ ഭർത്താവ് രാജാവായാലും തൻ്റെ മകൻ രാജാവായാലും ലിവിയെ സംബന്ധിച്ച് ഒരുപോലെ തന്നെയാണ്. ഭർത്താവിനെ കൊന്നിട്ട് മകനെ രാജാവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭർത്താവ് സ്വാഭാവികമായിട്ടും മരിച്ചതിന് ശേഷം മകൻ രാജാവായാലും മതി. അടുത്ത രാജാവ് തൻ്റെ മകനാകണം. അത് മാത്രമേ ലിവിയയ്ക്ക് ലക്ഷ്യമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒക്ടേവിയൻ മരിക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു ഓർഡർ കൂടി ഇറക്കുന്നുണ്ട്.
തൻ്റെ രക്തത്തിലെ അവസാനത്തെ കണ്ണിയെ കൂടി കൊല്ലാനുള്ള ഒരു റൂള്. അതായത് അഗ്രിപ്പ പോസ്റ്റുമസിനെ കൊല്ലുക, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഒരു കാരണവുമില്ലാതെ കൊല്ലുക. കാരണം അയാൾക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു ടൈബീരിയസിന് സുഖകരമായിട്ട് ഭരിക്കാൻ സാധിക്കണമെങ്കിൽ പോസ്റ്റുമസ് ഉണ്ടായിരിക്കാൻ പാടില്ല. കാരണം പോസ്റ്റുമസിനാണ് ശരിക്കും ഈ രാജ്യാധികാരം കിട്ടേണ്ടത്. അയാളാണ് ഒക്ടേവിയൻ്റെ ബ്ലഡിലുള്ള ഒരേ ഒരു വ്യക്തി. ഇത് പോസ്റ്റുമസിനെ ടൈബീരിയസിന് എതിരെ തിരിയാനായിട്ട് പ്രേരിപ്പിക്കുന്നതാണ്. അത് വലിയ രീതിയിലുള്ള കലാപങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് കാരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ പോസ്റ്റുമസിനെ കൊല്ലാനുള്ള ഓർഡർ ഒക്ടേവിയൻ ഇറക്കുന്നത്. അതിനുശേഷമാണ് അയാൾ മരണമടഞ്ഞത്. അതിനു പുറമെ ജൂലിയെ നാട് കടത്തുന്നുണ്ട്. അതിൻ്റെ പിന്നിലും ഒരു കാരണമുണ്ട്. കാരണം ജൂലിയയുടെ സ്വന്തം മകനാണ് പോസ്റ്റുമസ്. പോസ്റ്റുമസിനെ തൻ്റെ അച്ഛൻ കൊന്നുവെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജൂലിയ ഇതിനെതിരെ തിരിയുന്നതാണ്. ഒരുപക്ഷെ അവർക്ക് ഒരു റെബല്യൻ തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ്. അത് ഒഴിവാക്കാനായിട്ട് അവരെ നാട് കടത്തുന്നുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട മകളെ ഒരു കൊട്ടാരം പോലുള്ള ഒരു സ്ഥലത്തേക്കാണ് അയാൾ കൊണ്ടുപോകുന്നത്. അവിടെ അവൾക്ക് ആവശ്യമായിട്ടുള്ള സ്വാതന്ത്ര്യമൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. പക്ഷേ ടൈബീരിയസിന് ഇതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒക്ടേവിയൻ്റെ മരണശേഷം ഈ സ്വാതന്ത്ര്യങ്ങളൊക്കെ തന്നെയും എടുത്തു കളയുകയാണ് ടൈബീരിയസ്. അതിനുശേഷം അവൾക്ക് കാര്യമായിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ കൊടുക്കുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ പട്ടിണി കിടന്നിട്ടാണ് ജൂലിയ, ഒക്ടേവിയൻ്റെ ഒരേ ഒരു മകൾ, മരണമടയുന്നത്. ഒക്ടേവിയൻ്റെ ക്രീമേഷനും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞിട്ട് ഒടുവിൽ സെനറ്റ് ഹാളിൽ വെച്ച് അനൗൺസ് ചെയ്യുകയാണ്, ഒക്ടേവിയൻ്റെ വിൽപ്പത്രം അനുസരിച്ച് ഇനിയുള്ള നാളുകളിൽ അടുത്ത ചക്രവർത്തിയായിട്ട് മാറാൻ പോകുന്നത് ടിബീരിയസ് തന്നെയാണ്. അയാളുടെ പ്രായം 50 ആയതുകൊണ്ട് തന്നെ കാലശേഷം വരാൻ പോകുന്ന രാജാവിനെ കുറിച്ചൊരു വിൽപ്പത്രത്തിൽ എഴുതുന്നുണ്ട്. അത് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അയാളുടെ മക്കളുടെ പേരല്ല, അയാൾക്ക് ആൺമക്കളുണ്ട്, ആ ആൺമക്കളുടെ പേരല്ല അവിടെ എഴുതുന്നത്, ജെർമേനിക്കാസിൻ്റെ പേരാണ്. അയാളുടെ അനന്തരവൻ്റെ പേരാണ് വിൽപ്പത്രത്തിൽ എഴുതി വെക്കുന്നത്. അടുത്ത രാജാവ് ജെർമേനിക്കസ് ആണ്. അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ ജെർമേനിക്കാസിൻ്റെ പേരാണ് എഴുതി വെക്കുന്നത്. പക്ഷേ ജെർമേനിക്കാസ് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. അത്രയും പ്രഗത്ഭനായിട്ടുള്ള ആൾ തന്നെയാണ്. ടൈബീരിയസിനെ പോലൊന്നുമുള്ള ആളല്ല. അയാൾക്ക് നല്ല രീതിയിൽ ഭരിക്കാൻ അറിയാമായിരുന്നു. ഒരുപാട് യുദ്ധതന്ത്രങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഈ കാലഘട്ടത്തിൽ വലിയൊരു കലാപം സംഭവിക്കുന്നുണ്ട് പട്ടാളക്കാർക്കിടയിൽ. പട്ടാളക്കാരുടെ വേതനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കലഹങ്ങളായിരുന്നു. അവർക്ക് കൂടുതൽ വേതനം വേണം, കൂടുതൽ ഭക്ഷണം ലഭ്യമാക്കണം, ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വലിയൊരു സൈന്യം തന്നെയാണ്. പക്ഷേ ഒക്ടേവിയൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സൈന്യത്തിൻ്റെ അത്രയും വലിപ്പം ഈ ഒരു സൈന്യത്തിനില്ല. കാരണം ഒത്തിരി സൈന്യമുണ്ടെങ്കിൽ അവരെ തീറ്റിപ്പോറ്റാൻ പ്രയാസമാണ്, അവർക്ക് ശമ്പളം കൊടുക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് രാജ്യം ഏതാണ്ട് വെട്ടിപ്പിടിച്ച് പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ എണ്ണം കുറയ്ക്കുകയുണ്ടായി. അങ്ങനെ എണ്ണം കുറച്ച് ഏതാണ്ട് ഒരു 3 ലക്ഷത്തോളം പട്ടാളക്കാരാണ് ഉള്ളത്. ആ 3 ലക്ഷം സംഖ്യ വരുന്ന പട്ടാളക്കാർക്ക് കൊടുക്കേണ്ട വേതനത്തെ ചൊല്ലിയുള്ള ലഹള സംഭവിക്കുന്ന സമയത്ത് ടൈബീരിയസ് ഇതിലൊന്നും ഇടപെടുന്നേയില്ല. സെനറ്റ് നിരന്തരമായിട്ട് പറയുന്നുണ്ട്, സെനറ്റ് ഹാളിൽ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. പക്ഷേ ടൈബീരിയസ് ഈ മീറ്റിങ്ങിലൊന്നും കാര്യമായിട്ട് താല്പര്യമില്ലാതെ ഒരു മൂലയ്ക്ക് പോയി ഇരിക്കുകയാണ്. അവിടെ സെനറ്റ് മെമ്പേഴ്സ് പരസ്പരം സംസാരിച്ച് എന്തൊക്കെയോ തീരുമാനമെടുക്കുന്നു. ആ തീരുമാനമൊന്നും ഇയാൾ അംഗീകരിക്കുന്നുമില്ല, ആ ചർച്ചകളിലൊന്നും പങ്കെടുക്കുന്നുമില്ല. ഇയാൾക്ക് എപ്പോഴും സുഖലോലുപമായിട്ടുള്ളൊരു ജീവിതം മാത്രമായിരുന്നു ലക്ഷ്യം. എപ്പോഴും അയാളുടെ ഒപ്പം സ്ത്രീകൾ ഉണ്ടായിരിക്കണം, വേശ്യകൾ ഉണ്ടായിരിക്കണം, എപ്പോഴും കുടിക്കാൻ മദ്യം ഉണ്ടായിരിക്കണം. അങ്ങനെ സുഖകരമായിട്ടുള്ളൊരു ജീവിതമാണ് അയാൾ നയിക്കുന്നത്. പക്ഷേ ജെർമേനിക്കാസ് ഈ പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ട്. അയാൾ ആ ഒരു കലാപത്തെ അവസാനിപ്പിക്കുന്നുണ്ട്. ശാന്തമായ രീതിയിൽ തന്നെ, ഒരു രക്തച്ചൊരിച്ചിലും ഇല്ലാതെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. അവിടെ ഒരു നെഗോഷിയേഷൻ നടക്കുന്നുണ്ട്. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുന്നില്ല, പക്ഷേ ചില കാര്യങ്ങളൊക്കെ അംഗീകരിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ശാന്തമായിട്ട് മാറുകയാണ്. സെനറ്റ് മെമ്പേഴ്സിൻ്റെ മുമ്പിൽ, ആ രാജ്യത്തുള്ള പ്രജകളുടെ മുൻപിൽ ഇപ്പോൾ ജെർമേനിക്കാസ് ഒരു ഹീറോ തന്നെയാണ്. വലിയൊരു കലാപം, അതൊരു സിവിൽ വാറായിട്ട് മാറാൻ അയാൾ അനുവദിച്ചില്ല. പക്ഷേ ടൈബീരിയസ് ഇതെല്ലാം ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ടൈബീരിയസിന് വലിയ വിലയില്ല, പക്ഷേ ജെർമേനിക്കാസിന് വലിയ വിലയുമുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ജെർമേനിക്കാസിനെ ടൈബീരിയസ് ഉത്തരഭാഗത്തേക്ക്, അതായത് ഈ റോമിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടുള്ള
ഗർമേനിയ അല്ലെങ്കിൽ ജർമ്മേനിയയിലേക്ക് അയക്കുന്നത്. ജർമ്മേനിയയിലേക്കല്ല, അതിൻ്റെ അതിർത്തിയിലേക്ക്, റൈൻ നദിയുടെ തെക്ക് ഭാഗത്തേക്കാണ് അയക്കുന്നത്. അതിൻ്റെ വടക്ക് ഭാഗത്താണ്, വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ ജർമേനിക്ക ഉള്ളത്. ജർമേനിക്കാസിന് ടൈബീരിയസിനോട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അയാൾ മിടുക്കനായിട്ടുള്ള ഒരു രാജാവൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അയാൾ പറയുന്നത് പടി പിന്തുടർന്ന് പോയി കഴിഞ്ഞാൽ കാര്യമായിട്ട് നേട്ടമൊന്നും റോമൻ സാമ്രാജ്യത്തിന് ലഭ്യമാവുന്നതല്ല. അതുകൊണ്ട് ജർമേനിക്കാസ് ഈ ടൈബീരിയസിൻ്റെ ഉത്തരവില്ലാതെ സ്വയം ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചു. ടൈബീരിയസ് സ്ട്രിക്റ്റായിട്ട് ഒക്ടേവിയൻ്റെ ആ പറഞ്ഞിട്ടുള്ള വാചകങ്ങളെ പിന്തുടർന്ന വ്യക്തിയാണ്. അതായത് ഒരു കാരണവശാലും ബോർഡർ ഇനി വികസിപ്പിക്കാൻ പാടില്ല. ജർമേനിക്കാസിനോടും ആ കാര്യങ്ങൾ തന്നെ പറഞ്ഞു. ഒരു കാരണവശാലും ആക്രമിച്ച് ആ റൈൻ നദി കടന്ന് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. പക്ഷേ ജർമേനിക്കാസ് അപ്പുറത്തേക്ക് ആ ഒരു പടയെ നയിച്ച് പോവുകയാണ്. ഏതാണ്ട് ഒരു 6000 പട്ടാളക്കാരെ നയിച്ചുകൊണ്ടാണ് അയാൾ റൈൻ നദി കടന്ന് അപ്പുറത്തേക്ക് പോകുന്നത്. അതിൻ്റെ പിന്നിൽ അയാൾക്ക് വ്യക്തമായിട്ടുള്ളൊരു കാരണമുണ്ടായിരുന്നു. ഈ നദിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു വനമുണ്ട്, ഒരു വലിയ വനമാണ്. ആ വനഭാഗത്തേക്ക് ജർമേനിക്കായ്ക്ക്, അതായത് ജർമ്മനിക്കായിലെ ട്രൈബൽസിന് എത്തിച്ചേരാൻ സാധ്യമായി കഴിഞ്ഞാൽ, അവർക്ക് അവിടെ ഒരു ക്യാമ്പ് സൃഷ്ടിക്കാൻ സാധ്യമായി കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും എളുപ്പത്തിൽ റോമിൻ്റെ അതിർത്തിയിലേക്ക് പട നയിച്ച് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. അതിനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കരുത്. ആ ഭാഗത്ത് ഒരു ക്യാമ്പ് തന്നെ സൃഷ്ടിക്കേണ്ടതുമാണ്. ഇങ്ങനെ പടയിൽ നയിച്ചു പോകുന്ന ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് മറ്റൊരു ട്രൈബൽസുമായിട്ട്, ഗർമേനിയയിലെ തന്നെ മറ്റൊരു ട്രൈബൽസുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വരുന്നുണ്ട്. ചാറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന ട്രൈബൽസാണ്. അവിടെ വെച്ചൊരു വലിയ യുദ്ധം നടക്കുകയും ആ യുദ്ധത്തിൽ പൂർണ്ണമായിട്ടും ജർമേനിക്കാസ് വിജയിക്കുകയും ചെയ്തു. അതിലുണ്ടായിരുന്ന പകുതിയോളം ട്രൈബൽസിനെ അയാളുടെ സഖ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനും സാധ്യമായി. അവശേഷിച്ച ബാക്കി കൂട്ടർ അവർ കാടുകളിലേക്ക് ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അവർ ഓടി രക്ഷപ്പെട്ട് ഈ വിവരം മറ്റൊരാളെ അറിയിക്കുന്നുണ്ട്. ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു സൈനിക മേധാവി, ഒരു ജനറൽ അർമേനിക്കാസിന് ഒരു വലിയ ചരിത്രം തന്നെയുണ്ട്. 9 AD ഒരു വലിയ യുദ്ധം നടന്നിരുന്നു. ജർമ്മനിയിലെ ട്യൂട്ടോബർഗ് ഫോറസ്റ്റ്, ആ ട്യൂട്ടോബർഗ് ഫോറസ്റ്റിലാണ് യുദ്ധം നടന്നത്. ഗർമേനിയ ട്രൈബൽസും റോമൻസും തമ്മിലായിരുന്നു. റോമൻസിൽ നിന്നും ഏതാണ്ട് 20,000-ഓളം വരുന്ന പട്ടാളമാണ് ആ യുദ്ധത്തിൽ പങ്കെടുത്തത്. ഏതാണ്ട് അത്രയും തന്നെ പട്ടാളക്കാരെ ആ വനത്തിൽ വെച്ച് തന്നെ കൊന്നു തള്ളാനായിട്ട് അർമേനിക്കാസിൻ്റെ നേതൃത്വത്തിലുള്ള പട്ടാളക്കാർക്ക് അല്ലെങ്കിൽ ട്രൈബൽസിന് സാധ്യമായിരുന്നു. റോമൻസിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ ഒരു നാണക്കേടായിരുന്നു. 20,000 പട്ടാളക്കാരാണ് മരണമടഞ്ഞത്. അത് വലിയൊരു സംഖ്യ തന്നെയാണ്. അത് വലിയൊരു നാണക്കേടുമായിരുന്നു. അതിനെ തുടർന്ന് അർമേനിക്കാസ് ഗർമേനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹീറോ ആയിട്ട് മാറുകയും റോമൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേടി സ്വപ്നമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓടിപ്പോയ അവശേഷിച്ച ട്രൈബൽസ് ഈ അർമേനിക്കാസിൻ്റെ അടുത്താണ് എത്തിച്ചേരുന്നത്. ഇത്തരത്തിൽ ഒരു പടയെ നയിച്ചുകൊണ്ട് ഒരു ജനറൽ റോമൻ്റെ അതിർത്തി കടന്ന് ഇവിടേക്ക് വരുന്നുണ്ടെന്നുള്ള വാർത്ത അയാളെ അറിയിച്ചു. നമ്മുടെ ഒരു ട്രൈബൽസിനെ പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കാൻ പോലും അവർക്ക് സാധ്യമായിട്ടുണ്ട്. അങ്ങനെ അർമേനിക്കാസ് ഈ പ്രദേശത്തേക്ക് ഒരു വലിയ പടയുമായിട്ട് എത്തിച്ചേരുകയാണ്. അയാളുടെ മാത്രം ട്രൈബൽസ് ആയിരുന്നില്ല, അവിടെ ഉണ്ടായിരുന്ന ഏതാണ്ട് പൂർണ്ണമായിട്ടുള്ള ട്രൈബൽ നേതാക്കളെയും അയാളുടെ വശത്താക്കി അവരെല്ലാവരും കൂടെ ചേർന്ന് ഒരൊറ്റ സൈന്യമായിട്ടാണ് അവിടേക്ക് പോകുന്നത്. പക്ഷേ അവരെത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ ജർമേനിക്കാസിൻ്റെ സൈന്യത്തിന് സാധ്യമാകുന്നുണ്ട്. അത് ട്യൂട്ടോബർഗ് ഫോറസ്റ്റ് ആണ്. മുൻപ് ഞാൻ പറഞ്ഞ 9 AD യുദ്ധം നടന്ന ആ പ്രദേശം. ഗർമേനിക്കാസിനെയും മറ്റ് സൈനികരെയും സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമോഷണലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു. കുറേയധികം വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു യുദ്ധമാണെങ്കിൽ പോലും തങ്ങളുടെ പ്രിയപ്പെട്ട പൂർവികർ, തങ്ങളുടെ റോമാക്കാർ മരണമടഞ്ഞ പ്രദേശമാണ് ആ വനം. ഈ പ്രദേശത്ത് അവർ എത്തിച്ചേരുകയും വലിയൊരു ബുറൈൽ മൗണ്ട്, അതായത് ഒരു മണൽ കൂന തന്നെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അവിടെ മരണമടഞ്ഞ പട്ടാളക്കാരെ ആദരിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷമാണ് അവിടെ നിന്നും അവർ യാത്ര തുടരുന്നത്. കുറച്ച് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അർമേനിക്കാസിൻ്റെ സൈന്യവുമായിട്ട് ഇവർ കൂട്ടിമുട്ടുന്നുണ്ട്. ഒരു വലിയ യുദ്ധം തന്നെ അവിടെ നടക്കുന്നുമുണ്ട്. പക്ഷേ ആ യുദ്ധം ഒരു അർത്ഥവുമില്ലാതെ അവസാനിക്കുകയായിരുന്നു. 2 കൂട്ടർക്കും കനത്ത നഷ്ടങ്ങൾ തന്നെ സംഭവിക്കുന്നുണ്ട്. ആർക്കാണ് ഒരു മേൽക്കൈ എന്ന് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു യുദ്ധം തുടർന്നു പോകുന്നതിൽ അർത്ഥമില്ല എന്ന് കരുതി 2 കൂട്ടരും അവിടെ നിന്നും പിന്മാറുകയാണ്. പക്ഷേ
ഇത് റോമൻ സാമ്രാജ്യത്തിൽ വലിയൊരു കോളിളക്കം തന്നെ സൃഷ്ടിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അർമേനിക്കാസ് വലിയൊരു ശക്തി തന്നെയാണ്. ആ ശക്തിയോട് ഏറ്റുമുട്ടി ഒരു വിജയത്തിൻ്റെ അടുത്ത് വരെ എത്തിയിരിക്കുകയാണ്. ഒരു വിജയം തന്നെ എന്ന് തന്നെയാണ് റോമക്കാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. വളരെ പ്രാധാന്യമർഹിക്കുന്ന ചില പോയിന്റുകൾ കീഴടക്കാൻ പോലും സാധ്യമായിരിക്കുന്നു. അങ്ങനെ ജർമേനിക്കാസ് കുറേ കൂടി പോപ്പുലർ ആവുകയാണ്. ഒരു വലിയ ഹീറോയുടെ പരിവേഷം തന്നെ അയാൾക്ക് ലഭ്യമാകുന്നുണ്ട്. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ടൈബീരിയസിന് ഇഷ്ടമാകുന്നില്ല. അയാൾ ഈ ജർമേനിയ പ്രദേശത്തിൻ്റെ അതിരുകൾ തന്നെ തമ്പടിച്ച് പാർക്കുകയാണ്, വലിയൊരു സൈന്യവുമായിട്ട് തന്നെ. അയാളുടെ ഒപ്പം തന്നെ 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചുകുട്ടിയുമുണ്ട്. ആ കൊച്ചുകുട്ടി പരിശീലനത്തിലാണ്. ആ കുട്ടിക്ക് വലിയ താല്പര്യമാണ് യുദ്ധത്തോട്. എപ്പോഴും തൻ്റെ അച്ഛനായിട്ടുള്ള ജർമേനിക്കാസിനോട് ആ കുട്ടി സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത്, യുദ്ധതന്ത്രങ്ങൾ എങ്ങനെയൊക്കെയാണ്, സൈന്യത്തിൻ്റെ ശക്തി എന്താണ്, അങ്ങനെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുന്നുണ്ട്. സ്വയം ശാരീരികമായിട്ടുള്ള പരിശീലനത്തിൽ ഏർപ്പെടുന്നുമുണ്ട്. ആ കുട്ടി അത് മറ്റാരുമല്ല, അത് മാഡ് എംപയർ എന്ന പേരിൽ അറിയപ്പെടുന്ന കലിഗുല തന്നെയാണ്. കലിഗുലയ്ക്ക് 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കാലഘട്ടമാണ്. ഈ സമയത്ത് ടൈബീരിയസ് ജർമേനിക്കാസിനെ തിരികെ വിളിക്കുകയാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് കഴിഞ്ഞു, ഇനി നീ അവിടെ തുടർന്ന് പോകേണ്ട ആവശ്യമില്ല, റോമിലേക്ക് തിരികെ വരിക, ഇവിടെ നിനക്ക് വേറെ ചില ജോലികളൊക്കെ ഉണ്ട്. പക്ഷേ ജർമേനിക്കാസിന് ടൈബീരിയസിനോട് വലിയ താല്പര്യമൊന്നുമില്ല, അയാളുടെ ഓർഡേഴ്സിനോടും വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ വരാനൊന്നും പോകുന്നില്ല, എനിക്ക് ഇനിയും ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി, കുറച്ച് യുദ്ധങ്ങൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ് അയാൾ പിന്നീട് യുദ്ധവും നയിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ പോവുകയാണ്. ജർമ്മനിയിൽ പോയിട്ട് അവിടെ വേറെയും ചില ട്രൈബൽസുമായിട്ട് ഏറ്റുമുട്ടി ആ യുദ്ധങ്ങളിലൊക്കെ തന്നെയും വിജയം കൊയ്യുകയാണ്. അങ്ങനെ നാൾക്ക് നാൾ അയാളുടെ പ്രശസ്തി കൂടുതലായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള അസൂയ ടൈബീരിയസിന് സംഭവിക്കുന്നുമുണ്ട്. ടൈബീരിയസ് ഒരു നീക്കം നടത്താൻ തന്നെ തീരുമാനിച്ചു. അയാൾക്ക് വേണമെങ്കിൽ അയാളുടെ ആ രാജ്യാധികാരം ഉപയോഗിച്ച് ജർമേനിക്കാസിനെ ബലമായിട്ട് റോമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ജർമേനിക്കാസും അവിടെ ഉണ്ടായിരുന്ന സൈന്യവും തനിക്കെതിരെ തിരിയുകയാണെങ്കിൽ ഒരുപക്ഷെ സെനറ്റ് തന്നെ തനിക്കെതിരെ തിരിയാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്കെല്ലാം പ്രിയപ്പെട്ടവനാണ് ജർമേനിക്കാസ്. അവർക്കൊട്ടും തന്നെ ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയാണ് ടൈബീരിയസ്. ജനങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ വരികയാണെങ്കിൽ താൻ ഒറ്റപ്പെട്ടു പോകും, ഇപ്പോൾ തന്നെ എൻ്റെ ഈ അധികാരം നഷ്ടമാവുകയും ചെയ്യും. അതുകൊണ്ട് ആ ഒരു ശ്രമത്തിലേക്ക് അയാൾ പോകുന്നില്ല, മറിച്ച് അയാളുടെ മകനായിട്ടുള്ള ഡ്രാസ്യൂസ് ദ യങ്ങറിനെ അവിടേക്ക് അയക്കുകയാണ്, ജർമേനിക്കയിലേക്ക്. ഡ്രാസ്യൂസിനെ ഇങ്ങനെ പറഞ്ഞു വിട്ടതിന് ശേഷം റോമൻ പട്ടണത്തിൻ്റെ ഉള്ളിൽ തന്നെ ചില കോൺസ്പിറസികളൊക്കെ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ടൈബീരിയസ് വലിയ ഭയത്തിൽ തന്നെയാണ്. അയാൾക്ക് ജർമേനിക്കാസിനെ മാത്രമല്ല ഭയം, ആ രാജ്യത്തെ മൊത്തത്തിൽ തന്നെ ഭയമാണ്. അയാൾക്ക് തന്നെ അറിയാം അയാളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന്. ഈ സത്യം ജനങ്ങൾക്ക് അറിയാമെന്ന കാര്യത്തിലും അയാൾക്ക് വലിയ ധാരണയുണ്ട്. അതുകൊണ്ട് ഏത് രീതിയിലുമുള്ള ഒരു ആക്രമണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ളൊരു ധാരണ അയാളിലുണ്ട്. എപ്പോഴും സംശയത്തോടു കൂടി തന്നെയാണ് അയാൾ കാര്യങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പട്ടണത്തിലുള്ള പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ എല്ലാ നീക്കങ്ങൾ അയാൾ പല സൈനികരെയും ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു വ്യക്തി അയാളുടെ ഒരു റഡാറിലേക്ക് എത്തിച്ചേരുന്നത്. ക്രിബോണിയസ് എന്നാണ് ആ വ്യക്തിയുടെ പേര്. ഏതാണ്ട് മജിസ്ട്രേറ്റിന് സമാനമായിട്ടുള്ള ഒരു പദവി ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ഈ വ്യക്തി ഒരു അസ്ട്രോളജറിനെ കാണാൻ പോകുന്നുണ്ട്. അസ്ട്രോളജർ എന്ന് പറഞ്ഞാൽ ഈ ഭാവി പ്രവചനങ്ങളൊക്കെ, നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഒക്കെ സ്ഥാനങ്ങൾ വെച്ചിട്ട് ഭാവി പ്രവചിക്കുന്ന ഒരു വ്യക്തിയെ പോയി കാണുകയാണ്. അപ്പോൾ ഈ കൂടിക്കാഴ്ച വലിയ രീതിയിലുള്ള ഒരു സംശയം ടൈബീരിയസിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തിനാണ് അയാൾ അവിടെ പോയതെന്നും മനസ്സിലാക്കണം. അയാളുടെ പേഴ്സണൽ ബോഡി ഗാർഡിനെ വിട്ട് അയാളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയുണ്ടായി. അയാളുടെ കൈവശം അപ്പോൾ ഒരു കുറിപ്പുണ്ടായിരുന്നു, സ്വന്തം കൈയക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു കുറിപ്പ്. ആ കുറിപ്പ് എന്താണെന്ന് പരിശോധിച്ച് നോക്കിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ടൈബീരിയസിനെ ഞെട്ടിക്കുന്നത്. അതിൽ അയാളുടെ പേരുൾപ്പെടെ, അയാളുടെ മക്കളുടെ പേരുൾപ്പെടെ കൊട്ടാരത്തിലെ ആളുകളുടെ പേരുകൾ ഒന്നൊന്നായി എഴുതി വച്ചിരിക്കുകയാണ്. ആ പേരുകളുടെ അടുത്തായിട്ട് തന്നെ പ്രത്യേക ചില ചിഹ്നങ്ങളും കൊടുത്തിട്ടുണ്ട്, ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള ചിഹ്നങ്ങൾ. ഇത് തീർച്ചയായിട്ടും ഒരു കോൺസ്പിറസി തന്നെയാണ്. തന്നെ ഏതെങ്കിലും ഒരു ബ്ലാക്ക് മാജിക്കിലൂടെ അല്ലെങ്കിൽ കൂടോത്രത്തിലൂടെയൊക്കെ പുറത്താക്കാൻ വേണ്ടി ഇയാൾ ശ്രമിക്കുന്നു എന്നുള്ളൊരു ധാരണയാണ് ഇയാൾക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ആ ആസ്ട്രോളജർ എന്തൊക്കെയോ കാര്യങ്ങൾ, എന്തൊക്കെയോ ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ഇയാൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപയോഗിച്ചിട്ട് ഈ രാജ്യഭരണം തന്നെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം ഇയാൾ നടത്തിയേക്കാമെന്ന് ടൈബീരിയസിന് തോന്നുന്നുണ്ട്. അതിനെ തുടർന്ന് അയാളെ വിചാരണയ്ക്ക് വിധേയമാക്കുകയാണ്. തന്നെ വിചാരണയ്ക്ക് വിധേയമാക്കരുത്, താൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല,
തന്നെ വെറുതെ വിടണമെന്നൊക്കെ അപേക്ഷിച്ചുകൊണ്ട് ടൈബീരിയസിൻ്റെ മുമ്പിൽ ഈ വ്യക്തി എത്തിച്ചേരുന്നുണ്ടെങ്കിൽ പോലും അത് മുഖവിലക്കെടുക്കാതെ വിചാരണയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വിചാരണ പൂർത്തീകരിക്കുന്നതിന് തൊട്ട് മുൻപ് സ്ക്രിബോണിയസ് ആത്മഹത്യ ചെയ്യുകയാണ്. കാരണം വിചാരണയിലൂടെ രാജ്യദ്രോഹിയായിട്ട് മുദ്രകുത്തി കൊല്ലുകയാണെങ്കിൽ ഒരുപക്ഷെ അത് വളരെ മോശമായിട്ടുള്ളൊരു മരണമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അതിന് മുൻപ് ഇയാൾ ആത്മഹത്യ ചെയ്യുന്നത്. അതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ തീരുന്നില്ല. അതിൻ്റെ തൊട്ടു പിന്നാലെ മറ്റൊരു പ്രശ്നം കൂടി ഈ പ്രദേശത്തുണ്ടാകുന്നുണ്ട്. അഗ്രിപ്പ പോസ്റ്റുമസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അഗ്രിപ്പയുടെ മകൻ ഒക്ടേവിയൻ്റെ കൊച്ചുമകൻ അവശേഷിച്ചിരിക്കുന്ന വ്യക്തി, ആ വ്യക്തിയെ കൊന്നുകളഞ്ഞതാണ്. പക്ഷേ അയാൾക്കൊരു അടിമയുണ്ടായിരുന്നു. ക്ലെമൻ എന്നാണ് ആ അടിമയുടെ പേര്. തൻ്റെ യജമാനൻ മരിച്ചതോടുകൂടി തന്നെ ക്ലെമൻ ഒരു അടിമയല്ലാതായി, അയാളൊരു ഫ്രീമനായിട്ട് മാറുകയുണ്ടായി. പക്ഷേ ക്ലെമൻ ചില തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട അഗ്രിപ്പയെ കൊന്നിട്ടാണ് ഈ ടൈബീരിയസ് ഭരണത്തിലേറിയിരിക്കുന്നത്. ടൈബീരിയസിനെ പുറത്താക്കി തനിക്ക് ഭരണത്തിലേറണം. അഗ്രിപ്പയ്ക്ക് വലിയൊരു സ്വീകാര്യത ആ കാലഘട്ടത്തിൽ ഈ റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം ക്ലെമന് വ്യക്തമായിരുന്നു. അഗ്രിപ്പയോട് ഒരു ചെറിയ രൂപസാദൃശ്യമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ക്ലെമൻ. എന്നാൽ അഗ്രിപ്പയ്ക്ക് നല്ല നീളമുള്ള താടിയും മീശയും ഒക്കെ ഉണ്ടായിരുന്നു, മുടിക്കും നല്ല നീളമുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നാൾ ഇയാൾ ഏകാന്തതയിൽ താമസിക്കുകയും മുടിയും താടിയും ഒക്കെ നീട്ടി വളർത്താനും തുടങ്ങി. അതിനുശേഷമാണ് ഇയാൾ വീണ്ടും റോമൻ പട്ടണത്തിൽ പ്രവേശിക്കുന്നത്, ഒരു വലിയ വാദവുമായിട്ട്. ഞാൻ അഗ്രിപ്പ പോസ്റ്റുമസ് ആണ്, ഞാൻ മരണമടഞ്ഞിട്ടില്ല. അതായത് ഞാനാണ് ഇവിടുത്തെ രാജാവ്, എന്നെയാണ് രാജാവാക്കി മാറ്റേണ്ടത്. ആളുകളത് വിശ്വാസ്യതയിൽ എടുക്കുകയായിരുന്നു. ആളുകൾക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രിയം ഇയാളോടുണ്ടായിരുന്നു. കാരണം ടൈബീരിയസിനോട് ഇഷ്ടക്കേടാണ്, ഒക്ടേവിയനോട് വലിയ രീതിയിലുള്ള സ്നേഹമാണ് റോമക്കാർക്കുള്ളത്. ഒക്ടേവിയൻ്റെ രക്തത്തിലുള്ള ഒരേ ഒരു കൊച്ചുമകൻ, ആ കൊച്ചുമകനോടും എല്ലാവർക്കും വലിയ പ്രിയം തന്നെ തോന്നി. റോമിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പോർട്ടായിരുന്നു ഓസ്റ്റിയ. ഈ ഓസ്റ്റിയയിലേക്ക് ഒരു കപ്പലിലേറി ക്ലെമൻ എത്തിച്ചേരുന്നുണ്ട്. ക്ലെമനെ വലിയ രീതിയിൽ തന്നെ നാട്ടുകാർ സ്വീകരിക്കുന്നുമുണ്ട്. പക്ഷേ ഈ സമയത്ത് രഹസ്യമായിട്ട് ടൈബീരിയസിൻ്റെ പട്ടാളക്കാർ അല്ലെങ്കിൽ അയാളുടെ ബോഡി ഗാർഡ്സും അവിടെ ഉണ്ടായിരുന്നു. ഈ ബോഡി ഗാർഡ്സ് കാര്യമായിട്ട് ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ക്ലെമനെ കീഴടക്കി കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം ഒരു വിചാരണ നടപ്പിലാക്കുന്നുണ്ട്. ആ വിചാരണയിൽ ഒടുവിൽ അയാൾ സമ്മതിക്കുകയാണ് ഇതൊരു ഗൂഢാലോചനയായിരുന്നു, രാജാവിനെ പുറത്താക്കിയായിരുന്നു ലക്ഷ്യം, സ്വയം രാജാവായിട്ട് മാറുകയായിരുന്നു ലക്ഷ്യം. അപ്പോൾ ടൈബീരിയസിന് അറിയേണ്ടത് ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്നാണ്. പക്ഷേ ആരൊക്കെയാണെന്ന് പറയാൻ അയാൾ കൂട്ടാക്കുന്നില്ല. എന്തായാലും അയാളെ കൊന്നുകളയുകയാണ്. കാര്യമായിട്ട് ഒരു കോളിളക്കമൊന്നും സൃഷ്ടിക്കാതെ, ജനങ്ങളുടെ ശ്രദ്ധയൊന്നും വരാത്ത രീതിയിൽ ശാന്തമായിട്ട് വളരെ വൃത്തിയായിട്ട് തന്നെ ആ കൊലപാതകം അയാൾ ചെയ്യുകയും ഉണ്ടായി. അപ്പോഴേക്കും ഡ്രസ്യൂസ് ദ യങ്ങർ എന്ന അയാളുടെ മൂത്ത മകൻ ഉത്തരഭാഗത്ത് ഗർമേനിയുടെ അതിർത്തിയിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ഇനി അടുത്ത നീക്കം? എന്തിനാണ് ഡ്രാസ്യൂസിനെ അവിടേക്ക് അയച്ചിരിക്കുന്നത്? ഗർമേനിക്കാസും ഡ്രാസ്യൂസും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ആരാണ് അടുത്ത രാജാവ് എന്ന് നിർണ്ണയിക്കുന്ന വളരെ നിർണായകമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ്. ആ ഉത്തരഭാഗത്ത് സംഭവിക്കാൻ പോകുന്നത് എന്താണ്? തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ തന്നെയും വളരെ ക്രൂരവും പൈശാചികവുമായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ ഒരുപാട് ചതികൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ആ ചതികളിലൂടെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഈ സഞ്ചാരം തുടരാം.